കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാം. ഒരു വാക്യം വേണമല്ലോ അല്ലേ? ഒരു വാക്യം വായിച്ചില്ലെങ്കിൽ ഇന്നെന്തായിരുന്നു ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു വാക്യം പോലും ഉണ്ടായിരുന്നില്ല എന്നൊരു ആരോപണം എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ ഒരു വാക്യം തുടങ്ങിക്കൊണ്ട് വായിച്ചുകൊണ്ട് തുടങ്ങാം. വായിച്ചോളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഒരാൾ വാക്യം വായിക്കുന്നയാൾ നല്ല ശബ്ദം ഉയർത്തി സ്ഫടികസ്ഫുടമായിട്ട് വായിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അവസാനത്തെ വാക്ക് വിശ്വസിക്കുന്നവർ ഒരു സ്തോത്രം പറഞ്ഞ്. ഞാനങ്ങനെ പതുക്കെയൊക്കെ തുടങ്ങി വയൽ ക്ലാസ് ആയതുകൊണ്ട് എന്നാൽ പിന്നെ 2 മണിക്കൂർ ശാന്തമായിട്ടൊന്ന് ഉറങ്ങേക്കാം എന്നൊന്നും ആരും വിചാരിക്കരുത്. ഈ ക്ലാസ് ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, അധ്യാപകനും വിദ്യാർത്ഥിയും പോലെ. അപ്പോൾ അധ്യാപകൻ്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ആരോടാ ചോദിക്കുന്നത്? ഉറങ്ങിയിരിക്കുന്നവരോട്, തല കുമ്പിട്ടിരിക്കുന്നവരോട്. അവരോട് ചോദിക്കത്തില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചോക്ക് വെച്ചൊക്കെ എറിയും. ഇപ്പം ചോക്കൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എറിഞ്ഞാൽ തിരിച്ച് ഏറും കിട്ടും. അത് കാരണം നമ്മളിപ്പം അതൊന്നും മുതിരയില്ല. അപ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നു എനിക്ക് തോന്നിയാൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുകയല്ലായിരിക്കും, നിങ്ങളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുകയാണ് നിങ്ങൾ ഉറങ്ങി തോന്നിപ്പോയാൽ ക്ഷമിച്ചേക്കണം, ചോദ്യം നിങ്ങൾക്കുള്ളതായിരിക്കും. അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമാണെന്നും കൂടെ വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ചോദ്യങ്ങൾ വരാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകമാണല്ലോ വായിച്ചതല്ലേ? വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചൊരു പഠനം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതിനൊന്നും നമുക്ക് നേരമില്ല. വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഇത് കുറിച്ചോളൂ അത് കുറിച്ചോളൂ എന്നും പറഞ്ഞു തന്നാൽ നമുക്കിത് മുന്നോട്ട് പോകുകയില്ല. സ്പീഡ് കൂടിപ്പോയി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അത്രയൊക്കെ പറഞ്ഞാലേ ഇത്രയൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ. ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് കുറേ പഠിക്കാനുണ്ടല്ലോ എന്ന്. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാലും വിഷമിക്കേണ്ട. ഉച്ചയ്ക്ക് നിങ്ങളിങ്ങനെ ഇവിടുന്ന് വിട്ടുപോകാതിരുന്നേച്ചാൽ മതി. ഈ 1 മണി കഴിയുമ്പം അവിടെ പമ്മി കോഴി കൂട്ടിക്കയറാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. ഇപ്പോൾ എന്താ കാര്യം ചോദിക്കും. പകൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ കിട്ടിയില്ല എന്ന് പറയും. അത് പറഞ്ഞു തരും. അപ്പോൾ അത് ഒന്നുകൊണ്ട് കുറിക്കുക, വിട്ടിപ്പോവുക. അത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും നിൽക്കുകയില്ലെന്ന് എനിക്കറിയാം. കാരണം പെട്ടെന്ന് വിട്ടിപ്പൊക്കോളൂല്ലോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായി. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ബൈബിൾ 2 ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും. അന്നത്തെ സംസാര ഭാഷ ഏതായിരുന്നു? അരാമ്യ ഭാഷയായിരുന്നു. ദാനിയേൽ പ്രവചനത്തിൻ്റെ ചില വേദഭാഗങ്ങൾ 1 കൊരിന്ത്യർ 16:23, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ, ഇതെല്ലാം അരാമ്യ ഭാഷയിലാണ് മൂലഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ഭാഷകൾ നമ്മൾ പഠിക്കുകയാണ്, എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും. എനിക്ക് എബ്രായ ഗ്രീക്കൊന്നും അറിയത്തില്ല, വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ 2 ഭാഷയുടെ വാക്ക് പറയാം. വെളിപ്പാട്, എന്താണ് മലയാളത്തിൽ വെളിപ്പാട്? ചില വെളിപാട് എന്ന് പറയാറുണ്ട്, കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നാറില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ 2 പാ ചേർത്ത് വെളിപ്പാട് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. വെളിപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ വാളൊക്കെ എടുത്തുള്ളുന്ന ആളെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതുകൊണ്ട് അത് തമ്മിൽ കൂട്ടിക്കെട്ടരുത്, ഒരു ഡിഫറൻസ് വെക്കാം. വെളിപ്പാട്. അപ്പോകാലിപ്സിസ് 1-ാമത്തെ വാക്കാണ്. 2-ാമത്തെ വാക്ക് എസ്കറ്റോസ്. 1 അപ്പോകാലിപ്സിസ്, 2-ാമത് എസ്കറ്റോസ്. അതൊന്നും എഴുതണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പം കുറച്ച് എബ്രായ ഗ്രീക്ക് വാക്കൊക്കെ പറഞ്ഞാൽ അതെല്ലാം കൂടെ അങ്ങ് എഴുതി പഠിച്ചുകൊണ്ടിരുന്നാൽ എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ പ്രയോജനപ്പെടും. ആരോടെങ്കിലും നിന്ന് പറയാനും പറ്റും എന്ന് കരുതി ഞായറാഴ്ച ആരാധിക്കും അതൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധിക്കൊന്നും ചെയ്യരുത്. ബൈബിൾ ക്ലാസ്സിന് പോയി പുതിയ അന്യഭാഷ കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും കാണിച്ചേക്കരുത്. അപ്പോകാലിപ്സിസ് എസ്കറ്റോസ് എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം മറ നീക്കുക എന്നാണ്. എന്താണ് മറ നീക്കുക എന്ന് പറഞ്ഞാൽ? ഈ ഹാളിൻ്റെ മേൽക്കൂര നമുക്കറിയത്തില്ല. എന്താ കാര്യം? നന്നായിട്ട് തന്നെ ജിപ്സം കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. ഇതിനപ്പുറത്ത് ആകാശമാണ്. ആകാശത്തിനപ്പുറത്ത് എന്താണ് ആർക്കറിയാം? ഇത് 4000 കൊല്ലം കൊണ്ട്, ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവാചകൻ വരെയുള്ള 4000 വർഷം കൊണ്ട് കോടിക്കണക്കിന് ആളുകൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ ആകാശത്തിനപ്പുറത്ത് എന്താണുള്ളത്? വ്യക്തമായി തിട്ടമായി ശക്തമായി ഒരു മറുപടി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം കൊടുത്തിരുന്നില്ല. എന്നാൽ പത്മോസിൻ്റെ പാറപ്പുറത്ത് മുട്ടുമടക്കിയ യോഹന്നാൻ്റെ ആത്മീക നേത്രങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ദൈവം ഈ ആകാശം എന്ന തിരശ്ശീല വകഞ്ഞു മാറ്റി അവന് കാണിച്ചു കൊടുത്ത വെളിപ്പാടുകളുടെ കലവറയാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊന്നും വെളിപ്പാട് പുസ്തകം ആരും വായിച്ചിരുന്നില്ല. എന്താ കാര്യം? അത് വായിച്ചാൽ പിന്നെ കിടന്ന ഉറക്കം വരില്ല. 7 ഘോഷയാത്ര അതിനകത്തുണ്ട്. 7 കണ്ണുകൾ, 7 ആത്മാക്കൾ, 7 കലശങ്ങൾ, 7 ദൂതന്മാർ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് വരെ നമ്മൾ കാണാത്തതും ബാലരമയിൽ ഡാഗിനി മാത്രം കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറേ ജീവികളൊക്കെ അതിനകത്തുണ്ട്.
അപ്പോൾ മനുഷ്യനെ പോലെ കൈയുള്ളത്, കാലുള്ളത്, മൃഗത്തെ പോലെ തലയുള്ളത് എല്ലാം കൂടെ കുട്ടി ചോദിച്ച് നമ്മൾ ആകെപ്പാടെ വിഷമിച്ചു പോകും. പണ്ട് ഒരു പാസ്റ്ററോട് ഒരാൾ ചോദിച്ചു, ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഈ 7 തല 10 കൊമ്പ് ഉള്ള ജീവിയാണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഏത് പുസ്തകം വായിച്ചേ? വെളിപ്പാട് പുസ്തകം. നിന്നോട് ആര് പറഞ്ഞു വെളിപ്പാട് പുസ്തകം വായിക്കാൻ? വേറെ 65 ദിവസം കൊണ്ട് വേറെ ഒന്നും വായിക്കാൻ നിനക്ക് സമയം കിട്ടിയില്ലേ എന്ന് ചോദിച്ച് ആ കൊച്ചിനെ ശാസിച്ച് വിട്ടതായിട്ടൊരു തമാശയുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലാത്തതുകൊണ്ടായി പറഞ്ഞു വിട്ടതേ. ഞങ്ങളും ചിലപ്പോൾ രക്ഷപ്പെടാറുണ്ട്. ചില സംശയങ്ങൾ ചോദിക്കുമ്പം അരാമ്യ ഭാഷ എന്താണെന്ന് നോക്കിച്ചോ വരാമെന്ന് പറഞ്ഞ് അടുത്ത വണ്ടി കയറി സ്ഥലം വിടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതും പറയാൻ പറ്റത്തില്ല, കാരണം 3 ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നാളെ വരുമ്പോഴും അരാമ്യ ഭാഷ നോക്കിയില്ലെന്ന് ചോദിച്ചാൽ അതും കുഴപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ബാലികേറാമലയൊന്നുമല്ല വെളിപ്പാട് പുസ്തകം. ഇന്ന് കുറച്ച് റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട്. മനസ്സ് വെച്ചാൽ അരക്കൈ നോക്കിയാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന ഭാഷയിൽ ധാരാളം പുസ്തകം ഉള്ളതുകൊണ്ട് നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പുസ്തകത്തിലുള്ള വെളിപ്പാടുകൾ ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു വിടാം. എത്ര അധ്യായമുണ്ട്? 22 അധ്യായം. എത്ര വാക്യമുണ്ട്? 404 വാക്യം. 1-ാം അധ്യായം. മാറത്ത് പൊൻകച്ച കിട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായം ദൈവത്തിൻ്റെ സഭ ഭാവിയിൽ കടന്നു പോകുമെന്ന് വേദചിന്തകന്മാർ പഠിപ്പിക്കുന്ന സഭയുടെ 7 അവസ്ഥകൾ അഥവാ 7 പിരീഡുകൾ, അതായത് 7 സഭകൾ: എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ 7 സഭകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതുകൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇതുപോലെയാണ് 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവ് വരുന്നവരെ സഭയുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്ന 7 സഭകളുടെ സ്വഭാവങ്ങളാണ്, വെളിപ്പാടുകളാണ് 2-3 അധ്യായങ്ങളിൽ. 4-ാമത്തെ അധ്യായത്തിൽ 24 മൂപ്പന്മാർക്ക് നടുവിലുള്ള ദൈവിക സിംഹാസനത്തിൻ്റെ വെളിപ്പാടാണ്. 5-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ പേരും ശുഭ്രനക്ഷത്രവുമായവൻ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം തുറക്കുന്നതിൻ്റെ വെളിപ്പാടാണ്. 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷം, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, എതിരഭിപ്രായം ഉണ്ടെങ്കിൽ മഹാപീഡന കാലം എന്ന ഭാഗം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാത്രം തർക്കിക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം. സഭ എടുക്കപ്പെട്ട ശേഷം ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാപണ അനന്തരം ഈ ഭൂമിയിൽ എതിർക്രിസ്തു ഭരിക്കുന്ന 7 കൊല്ലമാണ്. ആ 7 കൊല്ലത്തിൻ്റെ 2 പകുതികളുണ്ട്, 3.5 3.5. 2-ാമത്തെ പകുതിയായ 3.5 വർഷത്തിനിടയിൽ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കുന്ന 60-ൽ പരം ബാധകളിൽ 50-ൽ പരം ബാധകളുടെ വെളിപ്പാടാണ് 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ. 17-ാം അധ്യായത്തിൽ മർമ്മം, മഹദിയാം, ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാടാണ്. 18-ാം അധ്യായത്തിൽ മഹദിയാം ബാബിലോണിൻ്റെ വെളിപ്പാടാണ്. 2 2 അല്ല, 2 അല്ല, 2 2 ആണോ? 2 2 ആണ്, 2 1 അല്ല. ചില വിചാരിച്ചിരിക്കുന്ന മർമ്മം, മഹദിയാം, ബാബിലോണും മഹദിയാം ബാബിലോൺ 2 1 ആണ്. 2 1 അല്ല, 2 2 ആണ്. അത് ക്ലിയറായിട്ട് നമുക്ക് പറയാം. അപ്പോൾ 17-ാം അധ്യായത്തിൽ മർമ്മം, മഹദിയാം, ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാട്. 18-ൽ മഹദിയാം ബാബിലോൺ ഒരു വ്യാപാര ശൃംഖലയാണ്, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാട്. 19-ൽ ആത്മീക മണവാളനും പ്രിയനും തോഴനും കാന്തനുമായ നമ്മുടെ കർത്താവ് ആത്മീക മണവാട്ടിയും പ്രിയയും തോഴിയും കാന്തയുമായ നമ്മെ, മണവാട്ടിയെ വേളി കഴിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹത്തിൻ്റെ വെളിപ്പാട്. ആരോട് പറയാൻ ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല, കാരണം നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ കുഞ്ഞാടും ഏതാണ്ട് മുട്ടനാടും തമ്മിൽ കല്യാണം കഴിക്കുന്ന പോലെ ഇരിക്കുന്നു. ഈ കുഞ്ഞാടെന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്നേ. മണവാട്ടി എന്ന് പറയുന്നത് നമ്മുടെ കാര്യമാണ്, നമ്മളെ കല്യാണം കഴിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് എന്തായി മിണ്ടാതിരിക്കുന്നത്? ഒരു കല്യാണം തന്നെ കഴിച്ചിട്ട് മതിയായില്ലേ? അതുപോലല്ല ഈ കല്യാണം, ഇത് ആത്മീയ കല്യാണമാണെന്ന്, നമ്മൾ ഏറെ നാളായി കാണുവാൻ ആശയോടെ കാത്തിരിക്കുന്ന ആ കല്യാണത്തിന് വേണ്ടിയാണെന്ന്, അതൊക്കെ പറയാനായി നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നേ. സ്തോത്രം. ബൈബിൾ ക്ലാസ് ആയിട്ട് സ്തോത്രം പറയണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ട്യൂൺ മാറ്റും, ഉപവാസ പ്രാർത്ഥനയാവും. സ്തോത്രം. പഴയ മണനഞ്ചുങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്നൊക്കെ ഇറങ്ങി വരണ്ടേ, ചൂടാവണ്ടേ? അവിടെ ക്ലാസ് ആണെങ്കിലും ഇടയ്ക്കൊരു പ്രോത്സാഹനമൊക്കെ നിങ്ങൾ തരണം കേട്ടോ. ശവക്കോട്ടയെ കുരിശിരിക്കുന്ന പോലെ ഇരിക്കരുത്, ഇടയ്ക്കൊക്കെ ഒന്ന് ആടി ഒന്ന് ആണെങ്കിൽ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ഒരു പിന്തുണയൊക്കെ തന്നാൽ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. സ്തോത്രം. പല സഭകളും ഒരുമിച്ച് ചേർന്നാ എൻ്റെ പോലെ നേരം വിളിക്കുമ്പോൾ ഒത്തിരി കോഴികൾ ഒരുമിച്ച് പോകുമ്പോഴാണ് നേരം വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വിചാരിക്കും ചർച്ചോടിൻ്റെ സഭയെ അവർ സ്തോത്രം പറഞ്ഞോട്ടെ, അങ്ങനെ പൊരിപ്പിക്കണ്ട, ക്ലാസ് ഇച്ചിരി പരാജയപ്പെട്ടോട്ടെ. കാരണം എന്താ, നമ്മൾ വേറെ സഭയല്ലേ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അല്ലെ സഭക്കാർ തിരിച്ചൊന്നും സ്തോത്രം പറയാനാണെങ്കിൽ ഇപ്പം തന്നെ എഴുന്നേറ്റ് സ്ഥലം വിട്ടു. സ്തോത്രം. നമ്മുടെ എല്ലാം കർത്താവ് ഒരുവനല്ലേ, ആത്മാവ് ഒരുവനല്ലേ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ക്ലാസ് അങ്ങ് വിജയിക്കണമെന്ന്. അടുത്ത 3 ദിവസത്തെ ക്ലാസ് അടുത്ത സഭയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാമെന്ന്. അപ്പോൾ 20-ാം അധ്യായം എന്താണ്? 20-ാം അധ്യായത്തിൽ സിംഹാസനങ്ങൾ 11 സിംഹാസനങ്ങൾ 11. ഈ 11 സിംഹാസനങ്ങൾ നമ്മൾ പഠിക്കാൻ സൗകര്യത്തിന് 7 ചുരുക്കിയിട്ടുണ്ട്. ഈ 7 സിംഹാസനങ്ങളിൽ 3 നമ്മൾ സാധാരണ പഠിക്കാറുള്ളത്. തേജസ്സിൻ്റെ സിംഹാസനം,
ക്രിസ്തുവിൻ്റെ ന്യായാസനം, വെള്ള സിംഹാസനം. അതിൽ വെള്ള സിംഹാസനം മരിച്ചവർക്കുള്ള ന്യായവിധിയാണ് ദുഷ്ടന്മാരുടെ. ആ വെള്ള സിംഹാസനത്തിൻ്റെ കാര്യവും ന്യായവിധിയുടെ കാര്യവും പിന്നെ 1000 വർഷം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ ഭരിക്കാൻ വരുന്ന സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച വെളിപ്പാടാണ് 20-ാം അധ്യായത്തിൽ. 21-ൽ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ ദൈവതേജസ്സുള്ള ഇറങ്ങുന്നതിൻ്റെ വെളിപ്പാടാണ്. 22-ൽ കർത്താവിൻ്റെ സഭ നിത്യതയിലേക്ക് മറയുന്നു. സ്തോത്രം. ചെറിയാസനൊരു പാട്ടുണ്ടല്ലോ, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. അടുത്ത വാക്കൊന്ന് പറഞ്ഞ്, തിരികെ വരാതെ. ഇനി കൈ പൊക്കേച്ച് പറ, തിരികെ വരാതെ എന്ന്. എന്താ കാര്യം? എവിടെ പോയാലും തിരിച്ചു വരണ്ടേ? എവിടെ പോയി? ഞാൻ ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചൊവ്വാഴ്ച പവർ വിഷുവിൻ്റെ മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥന 16-ാം ദിവസം. ബുധനാഴ്ച KCN പാസ് നെടുമ്പറം ചർച്ചിൽ പകലിനകത്തിൽ ഉപവാസ പ്രാർത്ഥന. ഇന്നലെ കുന്നത്തുകാൽ ട്രിവാൻഡ്രം കല്യാണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഇവിടെ 3 ദിവസം. ഞായറാഴ്ച ഇവിടെ ഉച്ചയ്ക്ക് തീരും. വൈകിട്ട് കോട്ടയം IPC വെസ്റ്റ് സെൻറ്ററിൽ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ക്ലാസ്. നേരെ നിലമ്പൂർ തിങ്കൾ ചൊവ്വ വ്യാഴം. ബുധനാഴ്ച ഓയിൽ ക്ലാസ്, വ്യാഴാഴ്ച അടിമാലി. എല്ലാ ദിവസവും എവിടെ പോയാലും ഒറ്റ ആഗ്രഹമുള്ളൂ, എപ്പോൾ വീട്ടിൽ ചെല്ലും, എപ്പോൾ വീട്ടിൽ ചെല്ലും. എന്നാ സന്തോഷമാണ്. ഇവിടുന്ന് പോകുമ്പോൾ കോട്ടയം ചെല്ലുമ്പോൾ 93 കിലോമീറ്റർ ഇല്ലേ ജോജി പാസേ? അങ്ങോട്ടൊക്കെ അപ്പോൾ പറയും, ഓ സന്തോഷമായി, ഇനി 90 കിലോമീറ്റർ ഉള്ളല്ലോ. പെരുമ്പാവൂർ ചെല്ലുമ്പോൾ 30 കിലോമീറ്റർ. സന്തോഷം കൊണ്ട് ഒന്നുകൂടെ ആനന്ദിക്കുക. കാലിട്ട് ചെല്ലുമ്പോൾ 7 കിലോമീറ്റർ, ഇനി 7 ഉള്ളെന്ന്. 0 കാണുമ്പോഴേക്കും ഉള്ളിൽ ഇട് പൊട്ടി. കാരണം എവിടെ ചെന്നു? വീട്ടിൽ ചെന്നെന്ന്. അപ്പം എവിടെ പോയാലും തിരിച്ച് വീട്ടിലേക്ക് പോകാനല്ലേ ആഗ്രഹം ആണ്. നമ്മളിപ്പോൾ എങ്ങോട്ടുള്ള യാത്രയില്ല? വീട്ടിലേക്കുള്ള യാത്രയില്ല. 2 നിലയൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു ഇതായിരിക്കും വീട്. അല്ല, ഇത് അയൽപ്പക്കക്കാർക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്ന. സ്വോത്രം പറയണ്ടോ നോക്ക്. 2 നിലയൊക്കെ അയൽപ്പക്കക്കാർക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്ന. അത് അറിഞ്ഞുകൊണ്ട് വേണം വീട് പണിയാൻ, കേട്ടോ. ഒക്കെ അവർക്ക് പോകും. നമ്മുടെ വീട് എവിടാ? മേളില. അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള യാത്രാ മധ്യത്തിലാണ് നമ്മൾ. അത് അടുക്കും തോറും അത് അടുത്തുനിന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നേ? അങ്ങോട്ട് പോകാൻ അടുത്തുനിന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നേ? നമ്മുടെ ഇരിപ്പ് കണ്ട അടുക്കുകയേ വേണ്ടെന്നുള്ള വെള്ളം ഇരിക്കുന്നില്ലേ? അത് പറയാം. ഈ എന്തെന്നൊരു ചോദ്യമുണ്ട്. എന്ത് അല്ലെങ്കിൽ എത്ര വാട്സാപ്പിൽ വന്നതാ. എന്താ എത്ര എന്ന് പറഞ്ഞാൽ 10 വയസ്സ് വരെ എന്ത് ചോദിക്കും? വയസ്സ് എത്ര കേട്ടിട്ടുണ്ടോ? 10 വയസ്സുള്ള കൊച്ചുകൊണ്ട് എന്ത് ചോദിക്കുന്നത്? 1-ാം ലോക മഹായുദ്ധമാണോ ചോദിക്കുന്നത്? 10 വയസ്സ് എത്ര? 20 വയസ്സ് വരെ എന്ത് ചോദിക്കും? മാർക്ക് എത്ര വയസ്സായി? നീ പെണ്ണും കൂടി ചോദിക്കുന്നത്. എന്നാൽ ഇരിപ്പ് കണ്ട 10 താഴെയല്ലേ ഉള്ളൂ. വയസ്സ് എത്ര? 10 വരെ. 20 വരെ മാർക്ക് എത്ര? 30 വരെയോ? ശമ്പളം ഒന്ന് പറയുന്നേ എത്ര? 40 വരെയോ? മക്കൾ എത്ര? 50 ആകുമ്പോഴോ? ഷുഗർ എത്ര? 60 ആകുമ്പോഴോ? പ്രഷർ. അത് അങ്ങനെ. ഈ ഷുഗർ വന്നാൽ പിന്നെ ആര് വരും? പ്രഷറും കൊളസ്ട്രോളും. ഇവരൊരു അമ്മ പെറ്റ മക്കളാ. അന്തപ്പൻ, കോരപ്പൻ, ലോനപ്പൻ എന്ന് പറയുന്നത്. ഷുഗർ വന്നാൽ മറ്റതൊക്കെ തൊട്ട് പുറകെ പിന്നെ പ്രഷർ ഓട്ടോറിക്ഷ പിടിച്ച് വരും. പിന്നെ പുറകെ കൊളസ്ട്രോൾ അവൻ ആംബുലൻസും വിളിച്ചു വരും. ഉണ്ടോ? ഒരെണ്ണം വന്നാൽ ഇതെല്ലാം പുറകെ വരും. ഇതൊന്നും ശാസിച്ചാലൊന്നും പോകത്തില്ലെന്നേ. കുറേ തുപ്പലം കളയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സാധനമൊക്കെ അങ്ങനെ കൂടപ്പുറമായിട്ട് ഇങ്ങനെ കൂടെ കാണും. അതൊന്നും കണ്ട് നമ്മൾ പേടിക്കാതിരുന്നേച്ചാൽ മതി. എന്നാ കാര്യം? ഇതൊക്കെ ഒരു വശത്ത് കിടക്കുന്നേ. കാരണം ഈ മണ്ണിൽ നിന്ന് എടുത്ത് മണ്ണിലേക്ക് പോകുന്നവരെ പല വേഷം കെട്ടും കാണിക്കുന്നേ. പക്ഷേ ആർക്കും തൊടാനാകാത്തൊരാത്മാവകത്തുണ്ടെന്ന്. അത് പോകേണ്ട സ്ഥലത്തേക്ക് പോയാൽ അത് നമ്മൾ രക്ഷപ്പെട്ടെന്ന്. അപ്പോൾ ഇതെല്ലാം വന്ന് കയറുമ്പോൾ എന്തോ വിചാരിച്ചോളണം. 60 50 ആകുമ്പോഴേക്കും ഷുഗർ എത്ര, 60 ആകുമ്പം പ്രഷർ എത്ര, 70 ആകുമ്പം കൊളസ്ട്രോൾ എത്ര. 70 കഴിഞ്ഞാലോ പിന്നെ ചോദ്യമല്ല. പിന്നെ നമ്മളെ കാണുമ്പോൾ എങ്ങനെ ചോദിക്കും? ഇനി എത്ര നാളുണ്ട്? ഇനി എത്ര നാൾ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെന്തിനാ ഭാരപ്പെടുന്നേ? എന്താ കാര്യം? നമ്മൾ വീടോട് അടുത്തുവച്ചാ നമ്മളെന്തിനാ ഭാരപ്പെടും? നിങ്ങൾ എന്നാ മുടക്കിയാലും ചാകാതിരിക്കുമോ? നമുക്കൊരു നേർച്ചയുണ്ട്. ചാകാറാകും 10 ലക്ഷം ആശുപത്രിക്കാർക്ക് കൊടുത്തോളാന്ന്. എല്ലാവർക്കും ഒരു നേർച്ചയുണ്ട്. ഒരു ജന്മം മുഴുവൻ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊള്ളാം. ചിട്ടി കൂടി, പോസ്റ്റൽ ചിട്ടി കൂടി, എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് ഉണ്ടമ്പൂരും തിന്ന് പിന്നെ നല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ എങ്ങനെയൊരു 10 ലക്ഷം ഒരു 50-60 വയസ്സാകുമ്പോഴേക്കും ഉണ്ടാക്കും. അതാർക്കൊണ്ട് കൊടുക്കും? ആശുപത്രിക്കാർക്ക് 10 ലക്ഷം കൊടുത്തോളാം. അതൊരു നേർച്ച എല്ലാവരും എടുത്തിട്ടുണ്ട്. സ്തോത്രം. ആ നേർച്ചയൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ പൊട്ടിക്കണമെന്നേ. സ്തോത്രം. പിള്ളേർ തിന്നേണ്ടത് പിള്ളേർ തിന്നട്ടെ. നമുക്ക് പാട്ടും പാടി അക്കരയ്ക്ക് പോകാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകട്ടെന്ന്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഓർത്തോളണം. നിങ്ങൾ ഈ 22 അധ്യായത്തിൽ കൂടെ 404 വാക്യത്തിൽ കൂടെ
ആകാശമെന്ന തിരശ്ശീല വകഞ്ഞു മാറ്റി ഈ വെളിപ്പാടുകളുടെ കലവറ അക്ഷരത്തിൽ കൂടെ കടത്തിവിട്ട് ഈ വെളുത്ത പേജിൽ കറുത്ത അക്ഷരമായി 100 രൂപ മുതൽ 10,000 രൂപ കൊടുത്ത കിട്ടുന്ന ബൈബിളായിട്ട് കുത്തിക്കെട്ടി നമ്മുടെ കയ്യിൽ തന്ന ഈ പുസ്തകത്തെ ഓർത്ത്, ഈ വെളിപ്പാടുകളുടെ കലവറയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ, ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. എന്താ പ്രവചനം? വായ തോന്നിയത് പറയുന്നതിനല്ല പ്രവചനം എന്ന് പറയുന്നത്, ആണോ? നമുക്കിപ്പോൾ അതൊക്കെ ഭയങ്കര പ്രവചനം. നമ്മുടെ പ്രായന്മാരെല്ലാം വന്നിച്ചും വെള്ളത്തിൽ ചാടിയ കാര്യവും പണ്ട് ലോറിക്ക് അടിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ഭൂതകാലം പറയുന്നതാണോ പ്രവചനം? എന്നാൽ പിന്നെ വഴി നോക്കാൻ പോയാൽ പോരെ. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയാന്നുള്ളതാണ്. നീ ഗുണപ്പെട്ടില്ലെങ്കിൽ നിന്നെ ശരിയാക്കും, അതാ പ്രവചനം. അത് പറയാനിവിടെ ആരും ഇല്ലാതാനും. നമുക്കും ഇഷ്ടമല്ലല്ലോ ഒന്നും കേൾക്കുന്നതാണോ? അടുത്ത 17 ദിവസത്തിനകം നിനക്കൊരു അനുഗ്രഹം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൈയടിക്കും? ഇങ്ങനെ കൈയടിക്കും. അത് ഞാൻ ഇവക്കും കൊടുക്കുകയില്ല, ഇവക്കും കൊടുക്കുകയില്ല, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് എന്താ അന്നമ്മയ്ക്കും കൊടുക്കുകയില്ല, അത് ഇങ്ങോട്ട് പോട്ടെന്ന് പറയും. ഈ 17 ദിവസത്തിനകം ഒരു ദുരന്തം വരുന്നുണ്ട്, പ്രാർത്ഥിച്ചോളാം പറഞ്ഞാലോ? അപ്പം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാൻ? എല്ലാം നമ്മൾ പിടിക്കണമെന്നുണ്ടോ? കുറച്ചൊക്കെ പുറകോട്ട് പോട്ടെ, പുറയിൽ കുറേ പേര് ഇരിക്കുന്നില്ലേ? ഇല്ല, നമ്മൾ കയറി പിടിക്കണ്ടേ, കുറച്ച് മരക്കുറ്റി കണക്കെ കുറച്ചൊക്കെ പുറകോട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളന്നേ. നമ്മുടെ ഇടയിൽ ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുകിടന്ന് നമ്മൾ ഈ പ്രവചനം, നമ്മുടെ കുറ്റങ്ങൾ തെളിയാനാണെന്നേ പ്രവചനം. വചനമാണ് ദൈവം ആദ്യം ഉപയോഗിക്കുന്നത്, അതിന് ഇപ്പുറത്താ പിന്നെ വരുന്നത്. അങ്ങനെയല്ലേ? അപ്പം ആദ്യം ദൈവം ഉപയോഗിക്കുന്ന മാധ്യമം ഏതാ? വചനം. ആ 3 ദിവസം വചനം പറയാൻ പോവുക. അപ്പം എന്ത് ചെയ്യും? ഈ വചനത്തിന് മുമ്പിലൊന്നും ആളുകൾ പിടി കൊടുക്കുകയില്ല. വചനമല്ലേ, ബൈബിൾ ക്ലാസ് അറിവ്, ആ പുള്ളി അങ്ങോട്ടൊക്കെ വായിച്ച് പഠിച്ച് വന്നിരിക്കുന്നത്, ദൈവാത്മാവൊന്നുമല്ല, ബുദ്ധി കൊണ്ടാന്നൊക്കെ പറഞ്ഞായിരിക്കുന്നേ. നിന്നെ പിടിക്കാനാണ് ഈ 3 ദിവസം കഴിയുമ്പോൾ ദൈവം ആരെ കൊണ്ടുവരുന്നത്? പ്രവചനം. ഞങ്ങൾ ഇവിടെ നിന്നുള്ള പരിപാടിയേ ഉള്ളൂ, പുള്ളിക്ക് അവിടെ അല്ല. പുള്ളി ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇറങ്ങും. പ്രവാചകന്മാർ അങ്ങനല്ലേ? അവരിവിടുത്തെ പരിപാടിയിലും കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും. ഉറങ്ങിയിരിക്കും, നിങ്ങളുടെ തലയെ കൈവച്ചമ്മക്ക് എന്നിങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ആ ഉറക്കൊക്കെ ഒന്ന് മാറും. ഒന്ന് നടങ്ങിയില്ലേ, മാറിയില്ലേ, അങ്ങനെ മാറ്റുന്നേ. ഇപ്പോൾ പ്രായം തലയെ വെച്ച് മകനെ എന്ന് പറഞ്ഞ് നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ അന്യഭാഷയും പറഞ്ഞു. എന്നാ പറഞ്ഞത് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ നമ്മൾ പറയും ഇന്നത്തെ ദൂത് എന്നോടാ, എനിക്ക് മാത്രമേ ദൂതുണ്ടായുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ഈ നിന്റെ തലയെ കഴിച്ചു അർത്ഥം എന്നാന്നറിയാമോ? ഈ ഇരിക്കുന്ന 50 പേരിൽ നീ മാത്രമേ പിടിക്കപ്പെട്ടുള്ളൂ എന്ന് എൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ ഭാഷ? മര്യാദയ്ക്ക് വചനം പറഞ്ഞിട്ടും പിടി കൊടുക്കാതെ മുങ്ങി നടന്നുകൊണ്ട് നിന്നെ തൊണ്ടി സഹിതം പിടിക്കുന്ന രംഗമാ കാണുന്നത്. നമ്മൾ പറയും എനിക്ക് മാത്രമേ ദൂതുണ്ട്, അല്ല നിന്നെ മാത്രമേ പിടിച്ചോളൂ എന്ന് പറയാം. അതുകൊണ്ട് ഈ 3 ദിവസം ദൈവം നേരായിട്ട് ഇടപെടുകയാണ് വചനത്തിൽ കൂടെ. പിടി കൊടുത്തില്ലെങ്കിൽ നിന്നെ പ്രവാചകൻ വന്ന് പിടിച്ചോളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സ്തോത്രം. അപ്പം ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ, ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. 600,000 പ്രവചനങ്ങൾ നിറവേറി അവ ചരിത്രത്തിൻ്റെ ഭാഗമായി തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട് സുവർണ ലിപികളിൽ അങ്ങനെ വെച്ചിരിക്കുക. എത്രയോ പ്രവചനങ്ങൾ. ഇനി ഈ വർത്തമാന കാലഘട്ടത്തിലും COVID-19 അടക്കമുള്ള ധാരാളം പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ട് വേദപുസ്തകത്തിൻ്റെ ദൈവശ്വാസീയത ദൈവം അരക്കിട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലോട്ടറിക്കാരൻ പറയുന്ന പോലെ അങ്കുലി പരിമിതമായ പ്രവചനം മാത്രമേ നിറവേറാനായിട്ടുള്ളൂ. അപ്പം നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറാനുള്ളതുമായ പ്രവചനങ്ങളാൽ നിബിഡീകൃതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ആ വാക്ക് വരാൻ കാരണം, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ. അടുത്തത് സിസ്റ്ററെ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. വാക്യം വായിച്ചത് ആളാരാ? അത് ആൻറ്റി തന്നെ. പാണൂര ചാത്തൻ പാണൂർ തിന്നു പറഞ്ഞ പോലെ വാക്യം വായിക്കുന്നതും ഞങ്ങൾ, പ്രസംഗിക്കുന്നതും ഞങ്ങൾ, എല്ലാം ഞങ്ങൾ. നിങ്ങൾ പിന്നെ എന്തിനാ പുസ്തകം കൊണ്ടുവരുന്നത്? ചിലരുടെ പുസ്തകം പിടിച്ചുള്ള വരവ് കണ്ട ഇന്ന് ഞാൻ വായിച്ചിട്ടേ പോകുമെന്നും പറഞ്ഞാൽ വരുന്നത്. പക്ഷെ തുറന്നിട്ട് പോലും ഉണ്ടാവും. വരവും പോക്കും കണ്ടാൽ പെന്തിക്കോസ്തുകാർ ഏറ്റവും വലിയ സവിശേഷത എന്താ? ഈ പുസ്തകം എന്ത് ചെയ്ത് താഴെ വെക്കുകയില്ല, അതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്താ? എന്ത് ചെയ്താൽ വായിക്കുകയില്ല, അതാണ് നെഗറ്റീവ്. ഈ പുസ്തകം എന്ത് ചെയ്താൽ ഞങ്ങൾ താഴെ വെക്കുകയില്ല. എപ്പം നോക്കിയാൽ ഈ സാധനം കൈ കാണും. എന്ത് ചെയ്താൽ ഇത് വായിക്കത്തില്ല. 2.5 മണിക്കൂർ പത്രം വായിക്കും, 2 അധ്യായം വായിക്കുകയില്ല. ഇങ്ങനെ പട്ടിക്ക് മുഴുവൻ കിട്ടിയല്ല കൊണ്ടു നടക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഈ പാഷന്മാരും ഭാര്യമാരും പാഷന്മാരൊക്കെ ബൈബിൾ വായിക്കുന്നതൊക്കെ നിർത്തുമൊന്നും വേണ്ട കേട്ടോ, തൽക്കാലം വായിച്ചു നിർത്തിയേച്ചും എല്ലാവരും മാറി മാറി അങ്ങ് വായിക്കണമെന്ന്. പണ്ടത്തെ പെന്തിക്കോസെന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അറിയാമോ? ഞാൻ 17 വയസ്സിൽ പാസ്സായ ആൾ, എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ആദ്യം പെന്തിക്കോസിൽ വന്നേ പ്രാർത്ഥിക്കാനൊക്കെ. ഇപ്പം നമ്മൾ 2 പേരൊക്കെ പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണെന്നറിയാമോ? ഗതികെട്ട് പറയുന്ന. പണ്ടങ്ങനല്ല, ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അന്നേരം 3 പേരാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ.
പെട്ടിക്ക് തീ കൊളുത്തിയ പോലെ 3 എണ്ണം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അടുത്തിരിക്കും അമ്മച്ചി പറയും, ദാണ്ട അവിടെ ശോചാൻ പ്രാർത്ഥിക്കിട്ട് വിട്ടു കൊടുക്കുകയില്ല. പിന്നെ പാസ ഇറങ്ങിച്ച തലയിൽ ഇങ്ങനെ മുട്ടും, അന്നേരം 2 ഒതുങ്ങുന്നത് അറിയാമോ? അത്ര ആത്മീയതയാന്ന്. ഒരു പാട്ട് എടുത്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാട്ടാ ഒരുമിച്ച് വന്നെന്നറിയാം. ഇപ്പോഴോ ഒരു പാട്ടും അന്നേരം അവള് നീ എടുത്തിടും, ഇപ്പോൾ അടുത്ത ആള് നീ എടുത്തിടും. ഇപ്പം ഞാൻ പറയും ആരെങ്കിലും ഒന്ന് എടുത്തിട്. എവിടെ പോയി നമ്മുടെ ഞാൻ സഭാലക്ഷണങ്ങളിലേക്ക് വന്നിട്ടില്ല, എല്ലാം പറക്കാനിരിക്കുക. പറക്കുമോ അതോ പതുങ്ങോ എന്നൊക്കെ ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം, ഇത് വായിക്കുന്നവരാരാ? വായിച്ച് കേൾപ്പിക്കുന്നവനാരാ? ആൻ്റെ പാസ്റ്റർ. ഇതാരാ? പാസ്റ്റർ ആൻറ്റി എന്നോ വായിച്ചത്? അപ്പോൾ പാസ്റ്ററിൻ്റെ ആൻറ്റി ഇപ്പോൾ ആരായി മാറി? ഭാഗ്യവതി. നിങ്ങളോ പിന്നെ എന്തെന്നാ ചുമ്മാ വന്നാ? ലോകം തുടങ്ങിയപ്പോഴേ ലോട്ടറി അടിച്ചു. ആർക്ക്? പാസ്റ്റർ ഭാര്യയ്ക്ക്. വായിച്ച് കേൾപ്പിക്കുന്ന ആളാരാണ്? അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു തോന്നില്ലേ, എന്നാൽ പിന്നെ ഇനി അടുത്ത ഭാഗ്യം ആര് പിടിക്കും? ഞങ്ങൾ പിടിക്കും. ആശയമൊക്കെ നല്ലതാണ്, പക്ഷേ യൂത്ത് മീറ്റിങ്ങിന് ബൈബിൾ റെഫറൻസിന് ബൈബിളിൽ ഇങ്ങനെ പേജ് മറിച്ച് സീൽക്കാര ശബ്ദം വരുന്ന പോലെ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. പറ്റാത്തവർ വായിക്കണ്ട. വെള്ളയെഴുത്തുള്ളവരും കന്നഡ മൂക്കയും താഴെ പോകുന്നവരൊന്നും വായിക്കൊന്നും വേണ്ട. നിങ്ങൾക്കാണ് 2ാമത്തെ വചനം, കേട്ടുകൊണ്ടിരിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ വായിച്ച് ആ കണ്ടോ? അപ്പോൾ 2ാമത്തെ ഗ്രൂപ്പ് ആരാ? അച്ഛാ ഉറങ്ങാതിരുന്നാൽ മതി. കേട്ടുകൊണ്ടിരിക്കുന്നവൻ ആര്? ഇനി ഉറങ്ങുന്നവരോടും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. ഞാനത് റിയലായിട്ട് പറഞ്ഞതാണ് കേട്ടോ. കാരണം നമ്മൾ ആവശ്യമില്ലാതെ എന്ന് വെച്ചും പിന്നെ ഉറങ്ങരുത് അങ്ങനെ ഞാൻ പറയുകയല്ല. എനിക്ക് ഷുഗറൊക്കെ ഉണ്ട്, എനിക്ക് ഉറക്കമൊക്കെ വരും. പ്രത്യേകിച്ച് ഇതിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉറങ്ങാതെ ഞാൻ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങ് പിടിച്ച്. മനുഷ്യരല്ലേ, മനുഷ്യൻ ഉറങ്ങും. ഉറങ്ങുന്നവരെ എന്തിനാ കുറ്റം പറയുന്നത്? മനുഷ്യൻ്റെ ഉറക്കം വരത്തില്ല. ഉറക്കം വരും, നിങ്ങൾ ഉറങ്ങും. ഞാൻ പറഞ്ഞത് ഈ ഉറക്കം വന്നെങ്കിൽ സമാധാനം വേണം. അങ്ങനെയല്ല വചനം പറയുന്നത്. സമാധാനം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ സമാധാനത്തോടെ നീയല്ലോ എന്നെ നിർഭയം. ഈ പ്രസംഗം നടക്കുമ്പോഴും ഈ വെടിക്കെട്ട് നടക്കുമ്പോഴും ഈ തമ്പേറിൻ്റെ ഒച്ചയൊക്കെ ഇവിടെ നിർഭയം ഒരാൾക്ക് ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? സമാധാനം വേണം. വീട്ടിലെന്താ ഉറങ്ങാത്ത? സമാധാനം ഇല്ല അവിടെ. അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ ഉപ്പ് കുടിക്കുന്നവരും മുളക് കുടിക്കുന്നവരും പെമ്പിള്ളയുടെ കലശലും പിള്ളേരുടെ വിദ്യാഭ്യാസം. ഇവിടെ വരുമ്പോഴോ ഒരു വർഷം ടെൻഷനോ ഒന്നാമതൊരു കളർഫുള്ളായിട്ടുള്ള പിന്നെ ജിപ്സം ബോർഡിൻ്റെ വർക്ക്, പിന്നെ ഒരു ടെൻഷനും വേണ്ട. പിന്നെ എന്ത് സമാധാനം? ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സമാധാനത്തിൻ്റെ സ്ഥലമല്ലേ. ഉറങ്ങട്ടെന്ന് കുറച്ച് വിട്ട് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഉറങ്ങുന്നവർ എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ ഉറക്കം വരുന്നവരെ കുറിച്ച് പുറകോട്ട് നീങ്ങിയിരുന്ന് എന്ത് ചെയ്യണം? സമാധാനം. പറ്റുമെങ്കിൽ ഒരു തലണയാണ് കൊണ്ടുവന്നു അവിടെ കിടന്നുറങ്ങുന്നത്. ആ പിച്ചാരോ ചിലൊക്കെ ഉറങ്ങുന്നത് താഴെ പോകരുത്. കാരണം പോയാൽ എനിക്ക് ഈ യൂത്ത് കോഴ്സിനെ ഏൽപ്പിച്ചത് നമുക്ക് അവിടെ പാസ് കൊണ്ടുവന്ന് എനിക്കറിയാം. എനിക്കില്ല പാസ്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു പുറകെ പോയി കിടന്നുറങ്ങി. നിങ്ങളെന്തിനും വിഷമം ഇത് തമാശയ്ക്ക് പറയുന്ന അല്ലെന്ന്. ആലയത്തിൽ വാ, അതൊരു സന്തോഷമാണ്. ഈ പിള്ളേർ പള്ളിയിൽ പോയാൽ ഭയങ്കര വെള്ളം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് പിള്ളേർ വെള്ളം ഉണ്ടാക്കാനല്ലേ പിള്ളേർ. അവരെയും കൊണ്ട് വരട്ടെ. എടാ ഒരു കൊച്ചുണ്ടാകണമെന്ന് പറഞ്ഞ് എന്തോരം പ്രാർത്ഥിച്ചാൽ നമ്മൾ. ആ കൊച്ചിലെ ഓടി കളിക്കട്ടെ, അവനും വെള്ളം ഉണ്ടാക്കട്ടെ, തമ്മിത്തല്ലും ഉണ്ടാക്കട്ടെ, വെള്ളം ഉണ്ടാക്കട്ടെ. അതിനെ കൊണ്ട് വാ കുഞ്ഞേ, നിനക്കൊരു അനുഗ്രഹമാണെന്ന്. ഉറക്കവും ക്ഷീണം എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ വന്നവിടെ ഇരിക്കുക, അതൊരു അനുഗ്രഹമാണെന്ന്. നിങ്ങൾ ആരും ഉറങ്ങിയാലും ഞാനത് ഒരിക്കലും കളിയാക്കുകയില്ല, ഒരിക്കലും പ്രശ്നമല്ല. ധൈര്യമായിട്ട് നിങ്ങൾക്കത് ഉറങ്ങിക്കോ. അതൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിയെല്ലാം സന്തോഷത്തോടെ സ്വത്രം പറ. കണ്ടോ എന്ത് സന്തോഷമാണെന്ന് നോക്കിയിരിക്കുന്നത്. ഉറങ്ങാൻ പെർമിഷൻ കിട്ടിയപ്പം കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ഒരു ദിവസത്തോടെ പോട്ടെ. അപ്പം ഇത് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്തെന്തുവാ? ഈ കേൾക്കുന്നവൻ ഭാഗ്യവാനെന്നൊക്കെ പറഞ്ഞാൽ എന്നാന്ന് പോലെ എന്ത് ദൂതൊക്കെ കിടക്കുക അതിനകത്ത്. ഇതൊന്നും ക്ലാസ് മുന്നോട്ട് പോകും തോന്നുന്നില്ല. എന്തുവാ കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ? ചാതുർവർണ്ണ്യം എന്നും പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ചാതുർവർണ്ണ്യം കേട്ടിട്ടുണ്ടോ? ജാതി മത വിഭാജിന്തകൾ മലയപുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അച്ഛാൻ പാടുന്നത്. മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. ഏതാ ഒരു നോക്കുക. അത് സങ്കീർത്തനമാണോ? ഒന്നുമല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊലയാണ്. നിങ്ങൾ ആലോചിക്കൊന്നും വേണ്ട. അപ്പോൾ ചങ്ങമ്പുഴ വാഴക്കൊലയ്ക്കകത്ത് രാസവളമൊന്നും വിടാതെ ജൈവവളം മാത്രം ഇട്ട് വാഴക്കൊല വന്നു കഴിഞ്ഞ് മൂത്ത് കഴിഞ്ഞപ്പോൾ കൊല വെട്ടി എവിടെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു? തമ്പ്രാക്കന്മാരുടെ മുറ്റത്ത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിണ്ടിയോ ഇവനും പിള്ളേർക്കും. മുക്കിയും മൂളിയും ഇടുന്ന മുട്ട 12 ആകുമ്പോൾ തിരുവാതിര കണക്ക് എവിടെ നിരത്തി വെക്കണം? തമ്പ്രാക്കന്മാരുടെ മുറ്റത്ത്. പുറകെ വരുന്ന കാഷ്ടമോ ഇവൻ്റെ ചീരയ്ക്കും വാഴയ്ക്കും. അതിന് പറയുന്ന പേരാ ചാതുർവർണ്ണ്യം. കേട്ടോ? ഞാർ നടന്ന പെൺകുട്ടി നിവരാതിരിക്കുവാൻ നാടുവായുടെ ഓലക്കുട അവിടെ നടുവിന് കുത്തും. നിവരരുത്.
അങ്ങനെ പണിയെടുപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നേ, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നേ. അത് പറയുന്നേ നാട്ടാചകമ്മ ഭരിച്ച നാടല്ലേ ഇതൊക്കെ. മുകളിലത്തെ കണ്ടത്തിൽ താഴത്തെ കണ്ടത്തിലേക്ക് വരമ്പിൻ്റെ പൊടി പൊട്ടിച്ചു വിട്ടാൽ വെള്ളം പോകും. അപ്പം പെട്ടെന്ന് പണി തീരൂലേ? അങ്ങനെ തീരാതിരിക്കാൻ മരക്കട്ടകൾ കൊണ്ട് തുലാക്കട്ട ഉണ്ടാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ മുകളിലത്തെ കണ്ടത്തിൽ നിന്ന് ഇവനെ കൊണ്ട് വെള്ളം എന്ത് ചോദിച്ചാൽ തേകി ഒഴിപ്പിക്കും. മരമണ്ടന്മാരല്ലായിരുന്നു നമ്മുടെ ആളുകൾ, അങ്ങനെ പണിയെടുപ്പിച്ചിരുന്നു എന്ന് മനസ്സിലായോ? ആ കാലഘട്ടത്തിലാണ് 64 അടി 32 അടി 16 അടി ഉയർന്ന ജാതിക്കാരനെ കണ്ടാൽ ഇവൻ എന്തോ ചെയ്യണം? വഴിമാറിപ്പോണം. എങ്ങനെ വഴിമാറും? പകലന്തിയോളം പണിയെടുത്ത് പാടത്ത് പണിയെടുത്ത് വൈകുന്നേരം ഒരു ഉപ്പില്ല, ഉപ്പ് മേടിക്കാൻ പോവുക. ഉപ്പെന്ന് താണയാധികാരന് പറയാൻ വ്യവസ്ഥയുണ്ടോ? ഇല്ല. പുളിച്ചത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഉപ്പാ പുളിപ്പിക്കുന്ന പുളിച്ചത്. ഉപ്പെന്ന് പറഞ്ഞിട്ട് ഒരു തല്ലി കൊന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓതറയ്ക്ക് പോവുക. അന്നേരം താണ്ട് ഹോയ് ഹോയ് ഒരൊച്ച നാടുവാടി വരിക പല്ലക്കിനകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒന്തക്കാട്ടി കയറി ഇങ്ങനെ പതുങ്ങിയിരിക്കും. ഓണ വഴി പല്ലക്ക് ചുമക്കവും പറഞ്ഞൊരു പൊക്കോ കഴിഞ്ഞു എന്ന്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പം അടുത്ത ഹോയ് കേൾക്കാം. അങ്ങനെ ഈ ഹോയ് കേൾക്കുന്നതാണ് ഇവന് ഉപ്പ് മേടിക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പൊന്തക്കാട്ടിൽ കൂടെ മാത്രം നുഴഞ്ഞു പോയി ഉപ്പ് മേടിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും ഉപ്പെന്ന് പറയാൻ മറന്നു, അല്ല പുളിച്ചെന്ന് പറയാൻ മറന്നുപോയി, ഉപ്പെന്ന് പറഞ്ഞു. അവനെ തല്ലിക്കൊന്നത്. ആ കാലം എവിടെ ഉണ്ടായിരുന്നു എന്നായി പറയുന്നത്. അപ്പോൾ ഒരുത്തനിങ്ങനെ ഒരു അമ്പുരിഞ്ഞ് വരികയാണെങ്കിൽ ഇവന് വരമ്പ എന്തോ ചെയ്യും? പുറകോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ പുറകോട്ട് എവിടെ വരെ പോകും? കണ്ടം വഴി ഓടും. അന്ന് വന്ന് ഇട്ട പേരെന്തോന്ന്? കണ്ടം വഴി ഓടും. അതൊക്കെ കേട്ടിട്ടുണ്ടോ? ആ, കണ്ടം വഴി ഓടും. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു, ഈ വചനം കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ടി വരില്ല. ഈ നാമം എടുക്കുന്നവന്റെ നാവിൽ ഒരു മുറിവും ഉണ്ടാവില്ല. ഈ നാമം ഉച്ചരിച്ചാൽ നിന്റെ കുടുംബത്തിനകത്തെ കെട്ട് പൊട്ടി മാറും. ഈ വചനം കേട്ടാൽ ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേട്ടാൽ നാളുകളായി ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങൾ ഇവിടെ തകർന്ന് തരിപ്പണമാകും. അതാ വചനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം എന്തിനുള്ള സമയം എടുത്തിരിക്കുന്നു? 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, മരണത്തിനുള്ള സമയം എടുത്തിരിക്കുന്നു. മരിക്കാൻ അധികം നാളൊന്നും ഇല്ലെന്ന്. ആര് സ്വത്രം പറയാൻ? 2, കർത്താവിന്റെ വരവിന്റെ സമയം എടുത്തിരിക്കുന്നു. അതിനെങ്കിലും ഉറക്ക സ്വത്രം പറയണ്ടേ? മരണത്തിനുള്ള സമയം എടുത്തിരിക്കുന്നു പറയുന്നത് നമ്മൾ സ്വത്രം പറയില്ല എന്ന് എനിക്കും അറിയാം. കാരണം നമുക്കൊക്കെ മരിക്കാൻ വലിയ പേടിയാന്ന് എല്ലാവർക്കും അറിയാം. കാര്യം മരണമേന്ദ്ര ജയം എടുത്ത പാട്ടൊക്കെ പാടുമെങ്കിലും മരണത്തെക്കുറിച്ച് കളക്കൊക്കെ പേടിയില്ലേ? സ്വാഭാവികമായിട്ട് പേടിയുണ്ട്. ഇവിടെ കിടന്നോട്ടെ. യേശു വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സ്വത്രം പറയാൻ പറ്റാത്തത്? അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ പെന്തിക്കോസിൽ വന്ന കാലം മുതലേ കേൾക്കുകയാണ് യേശു വരുന്നേ, യേശു വരുന്നേ. പറഞ്ഞവരെല്ലാം ചത്തുപോയതല്ലാതെ ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പം ഈ പെന്തിക്കോസിൻ്റെ ഏതോ ഒരു ഭാവനാപരമായി ഇമാജിൻ ചെയ്തൊരു ഉപദേശമായിട്ടാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പിള്ളേരൊക്കെ വിശ്വാസം, മോനെ നീ വന്ന കാലം പോലെ കേൾക്കുകയല്ലേ യേശു വരുന്നു. ആര് വരാൻ? ആരേ വരുന്നേ? എന്നതാ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്ന് വരും? പറയുന്നവർക്ക് നിശ്ചയമില്ല. മൂവാറ്റുപുഴയിൽ ഞാൻ 6 ദിവസം യേശുവിൻ്റെ വരവ് പ്രസംഗിക്കുക. 6-ാം ദിവസം ഞാൻ കരഞ്ഞു ഓട്ടോകോൾ കൊടുക്കുക. തീരുക യോഗം. അപ്പോൾ അവിടെ പാടിയ സഹോദരിയുടെ മകൻ ഈ മമ്മിയോട് ചോദിക്കുക, മമ്മി എന്തോ ഈ ഉപദേശി ഇപ്പോൾ യേശു വരാൻ പറഞ്ഞു ഭയങ്കര നിർബന്ധമാണല്ലോ യേശു വരാനായിട്ട്. അങ്ങേരിപ്പോൾ ആക്രാന്തം പിടിച്ചിങ്ങോട്ട് വരാനായിട്ട് ഇവിടെ ആർക്കും എന്നാ പറ്റിയത്? അവൻ അമ്മയോട് ചോദിക്കുക. അവൻ ചോദിച്ചത് മനസ്സിലാക്കാം. കാരണം എന്താ? അവൻ്റെ അപ്പൻ ഗൾഫില. ആഴ്ചയിൽ 500-ൻ്റെ മഞ്ഞനൊട്ട് അവന് കൊടുക്കും, അടിച്ച് പൊളിച്ചോളാൻ പറഞ്ഞു. മാസം 2000 ചെലവിന് കൊടുക്കും. ആർക്ക്? ഇവിടെ ഉപദേശിമാർക്കില്ല 1500 ശമ്പളം. അന്നേരമാണ്. അപ്പം അവനെ സംബന്ധിച്ച് ആഴ്ചയിൽ 5 ദിവസവും സ്ട്രോബെറി ഷേക്ക് കുടിക്കുന്ന, ഷാർജ ഷേക്ക് കുടിക്കുന്ന അവൻ യേശുവേ വേഗം വരണമെന്ന് പറയുമോ? പറയില്ല. അവൻ പറയും ഇങ്ങനിപ്പോൾ അവൻ്റെ കാര്യം എന്നാണ്? ഞാനോ ജീവിതം ഒന്നും ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ മോനോ ആ മോനോ ഒന്നും സ്വത്രം പറഞ്ഞില്ല, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ചാകാറായവരും സ്വത്രം പറയുന്നില്ലല്ലോ. ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുന്നവർ പോലും മിണ്ടുന്നില്ലല്ലോ ദൈവമേ. അതാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. എന്താ കാര്യം? എൻ്റെ ഭാഷ ഈ GT1 105 വെച്ച് പിടിപ്പിച്ച് ഈ മണ്ടന് നൽകുമെന്ന് വിചാരിച്ചിരുന്ന, അല്ല എന്താ മംഗളം നൽകുമെന്ന് വിചാരിച്ചിരുന്ന തെങ്ങും കവുങ്ങും തോട്ടമൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ മംഗളം പിന്നെന്താണ് മണ്ടരി ബാധിച്ച തെങ്ങും തോട്ടവും വെട്ടിക്കളഞ്ഞു. GT1 105 ഏലം കുരുമുളക് ജാതി പിന്നെ മാഞ്ചിയൊക്കെ വെച്ച് ചുരുക്കം പറയാലോ ഭാഷ ഇപ്പം അതൊക്കെ നിർത്തി.
പ്രതീക്ഷകളൊക്കെ പോയി. ഇപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നല്ല ഈ BSc നഴ്സിംഗ് കൃഷിയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഒരു കൃഷി നമ്മളിപ്പോൾ ഏലം കുരു അതൊന്നും മെച്ചമില്ലെന്നേ. നമ്മളിപ്പോൾ ചെയ്താൽ മെഡിക്കൽ കൃഷി, BSc നഴ്സിംഗ് കൃഷി, എഞ്ചിനീയറിംഗ് കൃഷി, ഈ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 5-6 പിള്ളേർ ഇപ്പോൾ പിള്ളേരുടെ 2 പോരായിരുന്നു. കാരണം 5 ഭൂഖണ്ഡമുണ്ട്. 5 ഭൂഖണ്ഡത്തിലേക്കും 5 എണ്ണത്തെ അയക്കാൻ ഇപ്പം ഇല്ല, 1-2 ഉള്ളൂ. അതാ കുഴപ്പം. അപ്പോൾ ഇതുങ്ങളെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് വിദേശത്ത് പോയി 8-10 ലക്ഷം കൊടുക്കി BSc നഴ്സൊക്കെ പഠിപ്പിച്ച് എന്നാ ഗുണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം 3 കൊല്ലം പഠിപ്പിച്ചാൽ മതി. 4 കൊല്ലമാണ്. 3-ാമത്തെ കൊല്ലം കല്യാണാലോചന വരും. 3-ാമത്തെ കൊല്ലം ആ ചെക്കൻ്റെ അപ്പം പറയും, ഇനിയിപ്പം നിങ്ങൾ വിഷമിച്ച് പഠിപ്പിക്കണ്ട, അടുത്ത കൊല്ലം ഞങ്ങൾ പഠിപ്പിച്ചോളാം. അവൻ്റെ കാണാന്നറിയാമോ? കാരണം 1 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ കൊച്ചിനെ ഗൾഫിൽ വിടാൻ 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അത് ആര് മേടിക്കും? അയാൾ, ഈ പെണ്ണിൻ്റെ അപ്പനോ, ഗോപി. BSc നഴ്സ് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരോടൊരു ദൂത്, വിദേശത്തേക്ക് പോകാനുള്ള പിള്ളേരുണ്ടെങ്കിൽ വിദേശത്ത് പോയി ജോലി കിട്ടി 5 കൊല്ലം അപ്പനും അമ്മയ്ക്കും കാശ് കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ, കേട്ടോ. കഷ്ടപ്പെട്ട് തുരുമ്പിച്ച് വെച്ച കാശും പിടിച്ച് മര്യാദയ്ക്ക് ഒരു അൽഫാം പോലും കഴിക്കാതെ നിങ്ങളെ പഠിപ്പിച്ച് BSc നഴ്സും പഠിപ്പിച്ച് വിദേശത്ത് വിട്ട് 3-ാമത്തെ കൊല്ലം കല്യാണം കഴിച്ച് അവനെ അങ്ങോട്ട് കൊണ്ടുപോകും. 1-ാമത്തെ ശമ്പളം കിട്ടുമ്പോൾ 2 ലക്ഷം രൂപ ഞാൻ എൻ്റെ പപ്പയ്ക്ക് ഇച്ചിരി കൊടുത്തോ. നിൻ്റെ പപ്പയല്ലേ പഠിപ്പിച്ചത്? 1 ലക്ഷം പപ്പയ്ക്ക്, 1 ലക്ഷം അവൻ്റെ അപ്പനും. 2-ാമത്തെ മാസം പപ്പയ്ക്ക്. അപ്പം കഴിഞ്ഞ മാസം അല്ലേ കൊടുത്തത്? തീർന്നു പണി തീർന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ശാപം കിട്ടാതിരിക്കാൻ, കേട്ടോ. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങൾ വിദേശത്ത് പോയി 5 കൊല്ലം വിദേശത്ത് പോയ 30-35 കൊല്ലം വയസ്സായാലും കല്യാണം നടക്കുന്നേ. അത് മാത്രം നോക്കി ഒരു പണിയില്ലാത്ത ചെക്കന്മാർ ഇവിടെ ഉണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി. അവൾ പോയിട്ട് വേണം ആ വിസയിൽ ഇവനും ഒരു പണിയില്ല. അപ്പം ഇതൊക്കെ ഒരു കൃഷിയാണ്. അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ നടത്തി പിള്ളേരൊക്കെ വിദേശത്തേക്ക് പോയി. അപ്പോൾ ആ പിള്ളേർക്ക് അങ്ങനെ ഒരു കൃഷി. കാരണന്മാർക്ക് സ്വപ്നം, അയ്യോ അവർ ആകപ്പാട് ലഡു പൊട്ടിയിരിക്കുക. എന്നറിയാമോ? ഇവർ പോയിട്ട് വേണം ഇവർക്കൊന്ന് പോകാനായിട്ട്. ആ പോക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പെങ്കൊച്ചനെ അവിടെ കെട്ടിച്ചു വിടുന്നു, അത് കുവൈറ്റിൽ പോകുന്നു, അത് പിന്നെ നേരെ അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? UK പോകുന്നു. അവിടുന്ന് പിന്നെ ഇച്ചിരി ശമ്പളം കിട്ടും. ഓസ്ട്രേലിയ പോകുന്നു, ന്യൂസിലൻഡ്, കാനഡയിൽ നിന്ന് ഇടിച്ചിങ്ങനെ നിൽക്കുക. അതിനപ്പുറത്ത് കടലാന്ന് തോന്നുന്നു, അതാണ് ഒരു പോകത്തെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ചെന്ന് ഇങ്ങനെ ഇടിച്ച് നിൽക്കുക. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോഴത്തേക്കും പിന്നെ ഒരു കല്യാണാലോചന വെറുതെ ഇവൻ തെക്കോടെ നടക്കുക, ഒരു പെണ്ണിനെ കിട്ടുന്ന എന്തോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് എഞ്ചിനീയറൊക്കെയാണ് പഠിക്കുന്നത് പോലെ അവനറിയാം ഒരു പെണ്ണ് വരുമെന്ന്, കാക്ക വരുമെന്ന് അവനറിയാം. അങ്ങനെ നടക്കുമ്പോൾ കല്യാണം ആലോചിക്കുന്നു, ഇച്ചിരി സ്വത്തൊക്കെ 2 വസ്തുണ്ട്, ഒരു പണിക്കാണ് പെണ്ണ് പിന്നെ നോക്കിയിരിക്കുക. എല്ലാം കഴിക്കുന്നു. ഇവനാക്കരവിൽ പോകുന്നു. 6 മാസം മമ്മി വിശേഷമുണ്ട്, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പറഞ്ഞു മമ്മി ഇങ്ങോട്ട് വരണം പ്രസവം എടുക്കാനായിട്ടല്ലേ. അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും. അപ്പോൾ നമ്മൾ പപ്പേനെ ഒറ്റക്കിട്ടേച്ച് കട്ടൻ കാപ്പി കൊടുക്കണമെങ്കിൽ ആര് വേണം? ഞാൻ വേണം. ആ പപ്പേനിട്ട് ചെന്നാൽ പപ്പയ്ക്കും മമ്മയ്ക്കും കൂടെ വിസ, 2 പേർക്കും കൂടെ ഒരുമിച്ച് ഒരു വിസ. അപ്പം പിന്നെ പാസം അമ്മ എന്ത് പറയും? കർത്താവ് ഒരു വഴി തുറന്നു. എന്തോന്നാ പേരെടുക്കാൻ പോണതാ? കർത്താവ് ഒരു വഴി തുറന്നു. എന്തോ വഴി തുറന്നു ആർക്കറിയാം. അപ്പോൾ അവിടെ ചെന്നിച്ച് പിന്നെ ഈ ഫ്രിഡ്ജിനകത്ത് ആപ്പിൾ കയറിയിരിക്കുന്ന പോലെ ശുശ്രൂഷയില്ല, പാട്ടുമില്ല, പാത്രമില്ല, കൊച്ചിനെ താരട്ടും പടി അമ്മ കുളിപ്പിച്ചോളും. ഇത് പുറത്തേക്ക് ഇറക്കാൻ ഒരു പരിപാടിയില്ല. എങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കണ്ട് ഞാൻ ഈ പോകണ്ടെന്നൊന്നും പറയുന്ന ആളൊന്നും അല്ല. പോകണം, നിങ്ങൾ UK പോകണം, കാനഡയിൽ പോകണം, എല്ലായിടത്തും ഒന്ന് പോകണം. പോയേച്ച് ഇങ്ങോട്ട് വരണം, അതായി പറയും. അവിടെ ചെന്നിച്ച് പിന്നെ കാറ് കഴുകാനും സൂപ്പർ മാർക്കറ്റ് ജോലിക്ക് നിങ്ങൾക്ക് കാണുമില്ല. കർത്താവിനെ വേല നോട്ടിരുന്നല്ലോ ഇവിടെ. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുന്ന കാണുന്ന കണ്ട് കേട്ട് ഇങ്ങോട്ട് തിരിച്ചു വാന്ന്. ഇവിടെ കിടന്ന യാവ് ആയുസ് മുഴുവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചും വാർത്തക്കതിൽ അവിടെ ചെന്ന് ഇങ്ങനെ ആയുസ് വാങ്ങിക്കാത്തിരിക്കേണ്ട കാര്യം എന്താണ്? അവിടെ കിടന്ന് ചത്താൽ ആരാ നിങ്ങൾ നോക്കുന്നത്? അവിടെ UK ചത്താലുണ്ടല്ലോ, നിങ്ങൾക്കറിയാമോ? അത്യാവശ്യം അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കൃപയാൽ മരിച്ച ഡെഡ് ബോഡി പോലും വീട്ടിൽ കൊണ്ടുവരില്ല. ഇവൻ മാനേജ്മെൻറ്റാണ്. ഇവിടെ ഒരാൾ മരിച്ച അവിടെ നോക്കിയിരിക്കും. മരിച്ച ആളെന്ത് ആശുപത്രിയിലുണ്ട്. വീടിന് മുറ്റത്ത് വണ്ടി വരും. അന്നേരം ഇറങ്ങി ചെന്ന് കണ്ടു സംഗതി ഉണ്ട്. ഒരു വണ്ടി മുമ്പേ പോകും, ഇവിടെ ഒരു കുതിരയും കൂടെ പോകും കാശുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. ടപ്പ് ടപ്പ് എന്നൊക്കെ പറഞ്ഞ് 2 വണ്ടി 10 പേരും ഒരു കുതിരയും. ശവടക്കം കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ എൻ്റെ അച്ഛോ എന്നോ അടക്കോ. ഇപ്പം ഇന്നെങ്ങാനും മരിച്ച ഒരു പാശം മരിച്ചു അല്ലേ? പാശം മരിച്ചു എന്ന് പറഞ്ഞ് പേടിയാവുമോ? വലിയ പേടി. ഞാൻ മരിച്ചു എന്ന് പറയാം, കുഴപ്പമില്ല. ഞാനിവിടെ മരിച്ചു. നാളെ 4 മണിക്കാണ് അടക്കമെങ്കിൽ ഇന്ന് മുതലേ വെടിക്കെട്ട് പ്രസംഗമാണ്. ഒരു 150 പേര് അനുശോചനം പറയത്തില്ലയോ? എല്ലാം പറഞ്ഞ് ഒരുപോലെ. എന്നാലും 150 പേര് അനുശോചനം പറയും. അതിൽ 51 പേര് ആശംസയും പറയും ഇടയ്ക്കിടയ്ക്ക്. ഈ ഒരു പദവിയൊക്കെ എവിടെ കിട്ടും മക്കളെ? ഈ ഒരു കളർഫുൾ സംഗതിയൊക്കെ ഇവിടെ ചത്താലേ കിട്ടത്തുള്ളൂ.
പിന്നെ ഇങ്ങോട്ട് വരുന്നച്ചും ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും, പിന്നെ ഒരു ചുംബനവും, ഒരു ബഹളവും, പിന്നെ അടക്കം കഴിയുമ്പോൾ ഒരു പാക്കറ്റിനകത്ത് ബണ്ണും, പിന്നെ ഏത്തപ്പഴവും. എന്നാ സംഭവം എന്നറിയുമ്പോൾ ഇവിടെ ഇപ്പം മരണസമയത്ത് തന്നെ ചോറ് കൊടുക്കുന്ന പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി വൈകുന്ന കാരണം പിന്നെ ആവശ്യമുള്ളതൊക്കെ ചോറ് ആദ്യക്കാൾ പറഞ്ഞു, പിന്നെ എനിക്കൊന്നും വേണ്ട. അമ്മമാരെ ചോറ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാ കറി? ഇറച്ചി മീനൊന്നുമില്ല, സാമ്പാർ വെച്ചിട്ട് തുടങ്ങി. വിശന്നിട്ട് പാടും, നീയും കൂടെ വാ. അങ്ങനെ പോയി ഇപ്പം കഴിക്കുകയല്ല അവരും. ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മരണത്തിനും ഭക്ഷണം കൊടുക്കണോ. എന്നാന്നറിയാമോ, അതൊക്കെ വേണോ നീ, അല്ലെങ്കിൽ സമയത്ത് കൊണ്ടുപോയി അടക്കണം. ഇത് വരുന്നവർക്ക് രാവിലെ 10 മണിക്കൊന്ന് ആശ്രേ പോയേന്നും പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കും. അത് അരമണിക്കൂറല്ലേ സങ്കടമുള്ളൂ. പിന്നെ അത് പിന്നെ കരയാൻ അപ്പം ഉണ്ട് ഇരിക്കുന്ന അമ്മായി ഒറ്റക്കായ. അപ്പം നമ്മളും കൂടെ കരഞ്ഞു. കുറഞ്ഞ കഴിഞ്ഞ ഒരു 1.5 മണിക്കപ്പോഴത്തേക്കും കണ്ണു തീർന്നു. പിന്നെ നമ്മൾ പറയും ഇതൊന്ന് കൊണ്ടുപോയേച്ചാൽ മതിയായിരുന്നു. ഈ കൊണ്ടുവന്നു 4 മണിക്കാണ്, 4 മണി വരെ എന്നാ ചെയ്യും? ഇതൊക്കെ നമ്മുടെ ഉള്ള സംഭവമാണ്. അപ്പം എന്ത് ചെയ്യണം? അപ്പം അന്നേരം ഉച്ചയ്ക്ക് ഊണുണ്ടെങ്കിൽ സമാധാനമായിട്ട് പോയി എന്ത് ചെയ്യാം, ഇത്തിരി ചോറ് കൊണ്ടുവച്ചും വന്നിരുന്നു. നമ്മുടെ പേര് പറഞ്ഞ് ശരിയല്ല, റാന്നിയിലെ കച്ചാൻ മരിച്ചപ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഉച്ചയ്ക്ക് ഊണുണ്ടായിരുന്നു, ശരിയല്ലേ പാസ്? അപ്പോൾ നമുക്ക് പിന്നെ അടിയന്തരമൊന്നും ഇല്ലല്ലോ. വിശന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിരിക്കും. പിന്നെയും ഒരു പാട്ടൊക്കെ പാടാം, ശോഭയേ, അപ്പോൾ ഒരു ഉഷാറൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ ദുഃഖത്തിൻ്റെ പാനം മാത്രമേ പാടുള്ളൂ. അപ്പം എന്തായാലും ഇതൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയുമ്പോൾ, എങ്ങനെയൊക്കെ സംഭവിച്ച കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് എൻ്റെ പാൽസേ പിള്ളേരൊക്കെ പോയി 10 പുത്തനൊക്കെ കൈ വരാൻ തുടങ്ങി. 2 നില വീടൊക്കെ പടന്ന് മുകളിലത്തെ ആ നെല്ലൊക്കെ എടുത്തുകൊണ്ട് വഴിയിലൂടെ പോകുന്നവർക്ക് ഹായ് ബായ് പ്രൈസ് ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ച് ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒന്ന് മെച്ചപ്പെട്ട് ജീവിക്കാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് പാശ പറഞ്ഞ് കർത്താവ് ഇതിപ്പേതാ കത്തിയെടുത്ത് ചങ്കിനോടൊരു കുത്ത്. കർത്താവിന് വരാൻ കണ്ട സമയം. ഞങ്ങളുടെ വയനാട്ടിലെ അപ്പച്ചൻ പറഞ്ഞ പോലെ സാക്ഷ്യം പറയാൻ അപ്പച്ചൻ എന്നിട്ട് പറയാം, കർത്താവ് നല്ലവനും വിശ്വസനീയനാണ്, പക്ഷെ എന്നാലും അങ്ങേര് ഈ പണി എന്നോട് ചെയ്തല്ലോ. എന്നാ പണി? എന്നോട് ഈ ചതി ചെയ്തല്ലോ അങ്ങേര്. അതെല്ലാം എന്നാ പണി? ഞാൻ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കാപ്പയും തിന്ന് കാച്ചിൽ തിന്ന് നാട്ടുകാർ വഴി എതിർത്തിട്ട് പിന്നെ സ്വന്തക്കാരും ബന്ധമൊക്കെ എതിർത്തിട്ട് ഞാൻ പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ച് തിന്നാനുമില്ല കുടിക്കാനുമില്ല അങ്ങനെ ജീവിച്ച് ഒരു മെച്ചപ്പെട്ട് ഇപ്പൊ പിള്ളേരൊക്കെ വിദേശത്ത് പോയി ഇച്ചിരി പൈസയൊക്കെ ആയി തിന്നാനും കുടിക്കാനൊക്കെ ആയി വന്നപ്പോഴേക്കുണ്ട് ഷുഗർ. പിള്ളേർ കർത്താവ് ഈ പണി എന്നോട് ഈ ചെയ്തല്ലോ എന്ന് ഒരു കണക്ക് ചിന്തിച്ചാൽ ശരിയല്ലേ? എന്നെ പ്രിയപ്പെട്ടവരെ, കാലം തീരാറായി, ഈ ലോകം തീരാറായി. പണ്ടത്തെ പുലി വരുന്ന കഥയൊന്നും അല്ല കേട്ടോ, ഇത് വരും. യേശു വരും. സമയം അടുത്തിരിക്കുന്നു. മുഖവരകൾ അവസാനിപ്പിക്കുന്ന 1-ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ എന്താണ് എന്തല്ല. ഒരു ടൈറ്റിൽ, യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ എന്താണ് എന്തല്ല. ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നതാ യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ? ഉത്തരം, യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയല്ല, പ്രത്യാശയാണ്. അപ്പോൾ 1-ാമത്തെ ഭാഗമാണ് ചിന്തിക്കുന്നത്. ഇതുപോലത്തെ 112 കാര്യം ചിന്തിക്കാനുണ്ട്. 1-ാമത്തെ കാര്യത്തിലേക്ക് കടന്നു നമ്മൾ. എന്തോ യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ എന്താണ് എന്തല്ല. ഒരു ചോദ്യം. ഉത്തരം എന്താ എഴുതിയത്? യേശുവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയല്ല, പ്രത്യാശയാണ്. ഇനി അത് വിവരിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. അത്രയേ ഉള്ളൂ ആ നോട്ട്. ബാക്കിയെല്ലാം പറയുക ഇട്ടുകൊണ്ട് എഴുതുന്നത്. എന്താ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ? ഉള്ളവരല്ലേ കർത്താവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആ പദം പറയരുത്. അതിനെ ക്ലാസ് പഠിക്കുന്നത് മനസ്സിലായോ? കർത്താവേ നീ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ പറയരുത്. എന്തെന്ന് പറയണം? പ്രത്യാശിക്കുന്നു. അപ്പോൾ പ്രതീക്ഷയും പ്രത്യാശ നമ്മൾ വ്യത്യാസം പഠിക്കേണ്ട ആദ്യം വേണം. പ്രതീക്ഷ എന്ന് പറയുന്നത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. അതിൻ്റെ പേരാണ് എന്തോന്ന്? പ്രതീക്ഷ. പ്രത്യാശയോ അത് സംഭവിക്കും, അത് ഉറപ്പാണ്. സ്തോത്രം. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് സംഭവിക്കുകയോ അത്ര ഉറപ്പൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് യേശു വരും എന്നുള്ളത് പ്രതീക്ഷയാണോ പ്രത്യാശയാണോ? അപ്പം എന്ത് പറയരുത് ഇനി സംസാരിക്കുമ്പം? കർത്താവേ നിൻ്റെ വരവിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു എന്ന് കരുതി അയാളെ പ്രസംഗം വിലക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പറഞ്ഞതേ ഉള്ളൂ. ശ്രമിക്കുക. ചിലപ്പോൾ ഞാനും പറഞ്ഞെന്ന് വരും, നമ്മൾ ശീലിച്ചു പോയതുകൊണ്ടാണ്.
ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, ഉദാഹരണം പറയും പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. വായ്പയായിട്ട് കൊടുത്ത പണം, ദൂരദേശത്തേക്ക് പോയ മകൻ, വായിക്കാൻ കൊടുത്ത പുസ്തകം, ലക്ഷ്യം തെറ്റിയ ജീവിത പങ്കാളി. ഈ 4 കൂട്ടരെയും പ്രതീക്ഷിക്കുകയേ പാടുള്ളൂ. ആരൊക്കെയാ? വായ്പയായി കൊടുത്ത പണം, 2 ദൂരദേശത്തേക്ക് പോയ മകൻ, 3 വായിക്കാൻ കൊടുത്ത പുസ്തകം, 4 ലക്ഷ്യം തെറ്റിയ ജീവിത പങ്കാളി. ഇത് 4 എന്തേ പറ്റുള്ളൂ? പ്രതീക്ഷിക്കുകയേ പാടുള്ളൂ. എന്ത് ചെയ്യരുത്? പ്രത്യാശിക്കരുത്. ഒന്നാമത്തേത് വായ്പയായിട്ട് കൊടുത്ത പണം, അത് കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യാതെ പറഞ്ഞു. വായ്പയായിട്ട് കൊടുത്ത പണം. രണ്ടാമത്തെ കാര്യം, വായിക്കാൻ കൊടുത്ത പുസ്തകം. എനിക്ക് 58 പുസ്തകം കിട്ടാനുണ്ട്. വായിക്കാൻ കൊടുത്ത, അതുകൊണ്ടാണ് ലൈബ്രറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പുസ്തകം വീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാ കാര്യം കൊണ്ടുപോയി കിട്ടിയല്ല. കുത്തിക്കെട്ട് കഴിഞ്ഞാൽ വരുള്ളൂ. അതുകൊണ്ടാണ് കുത്തിക്കെട്ട്. ഇതിൻ്റെ കുത്തിക്കെട്ട് പോയല്ലോ, ഞാൻ കൊണ്ടുപോയപ്പോൾ ഇതുപോലെ തന്നെയാ. ഈ മൂന്നാമത്തെ കേസ് എന്താ? ദൂരദേശത്തേക്ക് പോയ മകൻ തിരിച്ചു വരുമോ? എനിക്കറിയാൻ മേല. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ വീട്ടിൽ ചെന്നപ്പോൾ 3 ഏക്കർ വസ്തുവുണ്ട്. 2 അമ്മച്ചി മരിച്ചു, അപ്പച്ചൻ മരിക്കാൻ കിടക്കുക. 3 ഏക്കർ 3ആയിട്ടാണ് വീതം വെച്ചേണേ. അപ്പോൾ എൻ്റെ സ്വന്തത്തിൽപ്പെട്ട കൊച്ചിൻ്റെ കെട്ടിയവന് 1 ഏക്കർ, ഇളയവന. അപ്പന് 1 ഏക്കർ. നാട് വിട്ടുപോയ ആൻ്റണിക്ക് 1 ഏക്കർ. അപ്പോൾ 3 ഏക്കർ. അപ്പോൾ ഈ അപ്പൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ഞാൻ മരിക്കും മുൻപ് ആര് വരും? അന്തോണി വരും. അവൻ്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ? ചാകുള്ളൂ. അപ്പൻ്റെ ആഗ്രഹം അതാണ്. ഈ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന മോൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ആ കുരുത്തം കെട്ടവൻ നാട് വിട്ടുപോയ സമയം മുതൽ ഞാനാണ് അപ്പനെ നോക്കിയിട്ടുള്ളത്. അപ്പനങ്ങ് ചത്തച്ചവൻ ഒന്നാമതി. കാരണം അത് ചാകുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആർക്കെടുക്കാം? ആരുടെ പക്ഷത്തെ ന്യായം നിങ്ങൾ പറയാം. എനിക്കറിയാമല്ലോ, ഞാൻ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂ, മോൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂ. എനിക്കറിയാമല്ലോ. നാട് വിട്ടുപോയ മകൻ അമ്മയ്ക്ക് 50 രൂപ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടാ നിൻ്റെ 50 രൂപ വേണ്ട, നീ ഇങ്ങ് വന്നേച്ചാൽ മതി. ഈ നാട് വിട്ടുപോയവർ ഈ വരുമ്പോൾ ഒരു പൊങ്ങച്ചം കാണിക്കുമല്ലോ. റൈബാനിൻ്റെ കണ്ണടയൊക്കെ വെച്ച് വലിയ ഷൂ ഒക്കെ ഇട്ട് അതിട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കും. ആ കാശെല്ലാം 2 ദിവസം കൊണ്ട് തീരും. എന്നെ കടം പിടിച്ചോണ്ടായിരിക്കും തിരിച്ചു പോകുന്ന ചിലപ്പോൾ. അപ്പോൾ നീ 50 രൂപ വേണമെങ്കിൽ അപ്പം പറയാം. പല പ്രാവശ്യമായിട്ട് അമ്മയ്ക്ക് ഞാൻ 3750 രൂപ അയച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് അയച്ചു തരാമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അവൻ്റെ അമ്മ, അവനെ പെറ്റ തള്ളയല്ലേ, അമ്മ തിരിച്ച് കത്തെഴുതി, നിന്നെ പ്രസവിച്ച വകയിൽ 5000 ചിലവുണ്ട്, 3750 എടുത്തിട്ട് ബാക്കി 1250 കിട്ടിയ വണ്ടി കയറി വരാൻ. എൻ്റെ മക്കളെ കണ്ടും അപ്പച്ചൻ ഇങ്ങോട്ട് മുമ്പ് വന്നിരിക്കുന്നത് ഒരു വർത്താനം. എനിക്ക് ആ ചിരി കണ്ടിട്ട് തന്നെ, അവൻ്റെ പല്ലൊന്നും ഇല്ലാതെ ചിരി കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നുക. അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പോവാ. വല്ലാത്തതിനെ കുറിച്ച്. മക്കളെ കണ്ടോ? പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞു കൊടുക്കണം. മക്കളെ കണ്ടും മാമു കൊണ്ട് മോഹിക്കരുത്. അതുകൊണ്ടാണ് പഴമക്കാർ പറയും, മുമ്പേ വന്നവൻ മുമ്പേ പോകും, കൂടെ പിറന്നവൻ വേഷം മാറും, അകലെ കിടക്കുന്നവൻ അടുത്ത് വരും, കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും. കേട്ടിട്ടുണ്ടാ? അർത്ഥം എന്നാന്നറിയാമോ? മുമ്പേ വരുന്നവൻ മുമ്പേ പോകും. മുമ്പേ വരുന്ന എന്തോന്നാ? പല്ല. എരിച്ചഴിച്ച് ആദ്യം വരുന്ന സാധനം പല്ല്. അത് ആദ്യം എന്ത് ചെയ്യും? പോകും. ഒരു പല്ലെങ്കിലും ഇളകിയവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം, റിട്ടേൺ വിസിലടി മുഴങ്ങി കഴിഞ്ഞു. എനിക്കൊരു പല്ല് പോയിട്ടുണ്ട് കേട്ടോ, വിസിലടി മുഴങ്ങി കഴിഞ്ഞു. അപ്പൊ 1-2 പല്ലേ ഉള്ളെങ്കിലോ വലിയ കാലതാമസമൊന്നും. അപ്പൊ ഒറ്റ പല്ലുമില്ലെങ്കിലോ റെഡിയായി നടന്നോളാം. എപ്പോഴാണ് റെഡിയായി നടന്നോളാം. ഞാൻ ഈ ആളുകളോട് മരിക്കരുതല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ മരണത്തിൽ പ്രത്യാശയുള്ള ഒരു ജീവിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ചാകും, പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ചാകുകയില്ല, മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുകയില്ല. അതിനപ്പുറത്തൊരു ജീവിതമുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ ചെയ്യും. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയും. മുമ്പേ വന്നവൻ മുമ്പേ പോകും. മക്കളെ, കൂടെ പിറന്നവൻ വേഷം മാറും. തലമുടിയൊക്കെ നരയ്ക്കുന്ന, അകലെ കിടക്കുന്നതിന് അടുത്ത് വരും, കണ്ണട മൂക്കിന് മുകളിൽ വരുന്ന, കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും. അതേ ഇനി വരാനുള്ളൂ. ഏതാ? വടി. പിള്ളേരെന്തേ? അതെല്ലാം പോയി. അവരോട് ചോദിക്കണം, ആരാ വീട്ടിൽ കൂട്ടെന്ന്. അവർ പറയും, 2 വിഡ്ഢികൾ വീട്ടിൽ, 2 പെട്ടികൾ, ഫ്രിഡ്ജും ടിവിയും അവർക്ക്. ഇപ്പം രാത്രിയാകുമ്പോഴോ കുറയ്ക്കാൻ 2 പട്ടികളും വെച്ചുണ്ട്. ഇതാണ് അവർ നമുക്ക് വാർദ്ധക്യത്തിൽ തരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇതൊന്നും കണ്ട് മോഹിക്കരുത് കേട്ടോ. നരച്ചാലും നരയ്ക്കോളം എന്നല്ല,
നരച്ചാലും ഇതങ്ങനെ പറയാൻ കാര്യം, നരച്ചവരെ മക്കൾക്കൊന്നും വേണ്ടെന്നേ, നരച്ചവരെ നാട്ടുകാർക്കൊന്നും വേണ്ടെന്നേ. പക്ഷേ നരച്ചാലും എന്ന് പറയാൻ ജന്മം തന്ന ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ആ തന്റെ ഇടമില്ലെന്ന്. ഈ വല്ലുപോയ മോണയും ഈ ഉന്തി ഉരുട്ടിയ മഹമൊന്നും ഇനിയൊന്നും നമ്മുടെ തലമുറയ്ക്കൊന്നും ആവശ്യമില്ലെന്നേ. പക്ഷേ ഇതിനകത്ത് ചുക്കും ചുളിയും വീഴാത്ത ഒരു ആത്മാവിന്റെ ഉടമസ്ഥൻ പറയണം, നരച്ചാലും നിന്നെ ഞാൻ കൈവിടത്തില്ല കുഞ്ഞെ. ഉള്ളം കയ്യിൽ വഹിച്ച ദൈവത്തെ കരമടിച്ചൊന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്യണമെന്ന് പകൽ. അപ്പോ ലക്ഷ്യം തെറ്റിയ ജീവിത പങ്കാളി അത് ചിലപ്പോൾ വരും. ആണുങ്ങൾ ലക്ഷ്യം തെറ്റിയ തിരിച്ചു വരും. എൻ്റെ അപ്പൻ 13 പ്രാവശ്യം നാട് വിട്ടു പോയിട്ടുണ്ട്. 13 പ്രാവശ്യം തിരിച്ചു വന്നു. പുള്ളിക്കാരൻ നാട് വിട്ടു പോകുന്നു പൂച്ചയെ പുഴയിലെറിയുന്ന ഒരുപോലെ. നമ്മൾ പൂച്ചയെ പുഴയിലെറിഞ്ഞാലും തിരിച്ചു വരത്തില്ലയോ? ഒരു ഉള്ളി പൂച്ചയെ പുഴയിലെറിയാൻ പോയി. അവിടെ ചെന്ന് എറിഞ്ഞു വെച്ചും ഇനിയിപ്പോൾ ചൂട്ട് വേണ്ടല്ലോ എന്നും പറഞ്ഞ് ആ ചൂട്ടും കൂടെ അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു. തിരിച്ചു വരുമ്പോഴൊരു 4 കവല വനമാ, ഏതാ വഴിത പുള്ളിക്ക് അറിയാൻ മേല. പുള്ളിനെ സ്തംഭിച്ച് നിൽക്കുമ്പം പൂച്ച മുമ്പിൽ കയറി ചൊറിഞ്ഞ് ഇതാ വഴിതെന്ന് പറഞ്ഞ് മ്യാവെന്നും പറഞ്ഞ് അത് എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം പിന്നെ പുള്ളി അതിൻ്റെ പുറകെ പോയി പുള്ളിയും വീട്ടിലെത്തി. വല്ലതും മനസ്സിലായോ? ഈ സാധനത്തെ എറിഞ്ഞാൽ വരുമെന്നേ. നമ്മുടെ ആളുകൾ പാപം പോലും ഉപേക്ഷിക്കുന്നത് അങ്ങനെ. ഡിസംബർ 31 ഒറ്റ ഏറാ എങ്ങോട്ട്? ഒഴുകുന്ന ഒരു ആത്മ നദിയിലേക്ക് ഒറ്റ ഏറാ. പൂച്ച എറിയുന്ന പോലെ അല്ല എറിയേണ്ടത്. പൗലോസ് പാമ്പിനെ കുടഞ്ഞിട്ടതുപോലെ കുടയേണ്ടത്. മനസ്സിലായോ? എന്നൊക്കെ വല്ല ഉപാസപ്രാർത്ഥനയാണേ പറയാം, അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഒരു പുരുഷൻ നാട് വിട്ടു പോയാലും വരും. വന്നാൽ നാട്ടുകാർ സ്വീകരിക്കുകയും ചെയ്യും. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വന്നാൽ മതി. റീബാൻഡിൻ്റെ കണ്ണടയും ലാക്കോസ്റ്റിൻ്റെ ബെൽറ്റും ഡെക്ക് മാർക്കിൻ്റെ ഷൂവും ഒരു ലിവിങ്ങിൻ്റെ ആരോടെ ഒരു പാൻറ്റും അല്ലെ ഷർട്ടും ലിവിങ്ങിൻ്റെ ഒരു പാൻറ്റൊക്കെ ഇട്ട് ഒന്നുമില്ലെങ്കിലും നന്നാൽ മതി. പെണ്ണ് പോയാലോ പണി കഴിഞ്ഞു. അറിയാമോ? പെണ്ണ് പോയാൽ പണി കഴിഞ്ഞു. ഒരപ്പൻ, അത് ഞങ്ങളെയൊക്കെ അനുഭവം വെച്ചാൽ പറഞ്ഞത്, അപ്പൻ 13 പ്രാവശ്യം നാട് വിട്ടു പോയിട്ടും എൻ്റെ കുടുംബം തകർന്നില്ല. എന്താ കാര്യം? അമ്മയ്ക്ക് മെക്കാട് പണി അറിയായിരുന്നു. പെരുമ്പാവൂർ സാഞ്ചോ ആശുപത്രിയുടെ മൊത്തം മെക്കാട് പണി എൻ്റെ അമ്മയെപ്പോലുള്ള പാവത്തിലെ പെണ്ണുങ്ങളാണ്. അവരൊക്കെ പണി ചെയ്ത് ഈ കെട്ടിയന്മാർ തോന്നിയ ദിവസം കാണിച്ചാലും അവരൊക്കെ വല്ലവനും വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയും തുണി കഴുകിയും അവിടുത്തെ മോരുകറിയും നിന്നൊക്കെ ജീവിച്ചൊരു കാലം എനിക്കുണ്ടെന്നേ. അവരെ പിള്ളേരെ കൈവിടുകയില്ലെന്നേ, ഒരു പരിവരെ വിടത്തില്ലെന്നേ. ഇന്നും അങ്ങനെ ജീവിക്കുന്നവരില്ലേ? എൻ്റെ ആ അമ്മമാരെയൊന്നും ജന്മത്തിൽ മറക്കരുത് കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട്. ചെന്നാൽ എത്ര സമയമാണ് വർത്തമാനം പറഞ്ഞറിയാമോ? കണ്ടാൽ വലിയ ഭംഗിയൊന്നുമില്ല, എനിക്ക് വലിയ ഭംഗി. പക്ഷെ ഓർത്തോളണം, കാരണന്മാരുടെ ഭംഗിയൊക്കെ നമ്മുടെ പ്രായത്തിൽ നമ്മളെക്കാൾ അവർക്ക് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു പെണ്ണ് നാട് വിട്ടു പോയാലോ തീർന്നില്ലേ പണി? അവൾ 5-6 കൊല്ലം വേറൊരുത്തൻ്റെ കൂടെ പോയിച്ച് പിന്നെ നാട്ടിലേക്ക് വന്ന നാട്ടുകാർ കയറ്റുമോ? വീട്ടുകാർ കയറ്റുമോ? പിള്ളേർ കയറ്റുമോ? ഇയാളെ പോയിട്ട് വന്നാൽ കയറ്റുമല്ലോ. അതിൻ്റെ വ്യത്യാസം. ഇപ്പം നമ്മുടെ നാട്ടിൽ സോണിയാഗാന്ധി കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ച അപ്പം തീരില്ലേ നേതൃത്വം? തീർന്നു. ഈ ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാരെന്തോ വിളിക്കുന്നത്? വിധവ. എല്ലാവർക്കും അറിയാമല്ലേ? അടുത്ത ചോദ്യം, ഭാര്യ മരിച്ചാൽ ഭർത്താവിനെന്തോ വിളിക്കുന്നത്? എന്താ നിങ്ങൾ മിണ്ടാത്തെ? അത് ആർക്കും അറിയാമല്ലോ. അതുകൊണ്ടാ വിഭാര്യൻ. എന്താണ് വിഭാര്യൻ? അങ്ങനെ ആരും പറയാറുണ്ടോ? ഓതരെ കൊണ്ട ആൾ ആരാ പോണേ? ഒരു വിഭാര്യം പോവാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് പറയും. അപ്പൊ ഭർത്താവ് മരിച്ച ഭാര്യയെ വിധവ വിളിക്കും. ഭാര്യ മരിച്ച നമ്മളെന്തോ വിളിക്കും? വിഭാര്യൻ എന്നല്ല, അവനോട് എന്താ? ഭാഗ്യവാൻ. ഭാര്യ മരിച്ച അവൻ്റെ പേരെന്തുവാ? ഭാഗ്യവാൻ. എന്താ കാര്യം? രണ്ടാമത് കേട്ടാലോ അതാ. അപ്പൊ രണ്ടാമത്തെ ഭാര്യ മരിച്ചാലോ പിന്നെയും ഭാഗ്യവാൻ. ഭാര്യമാര് മരിക്കുന്നതോറും അവന് കാരുണ്യ ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കും. അവൻ അവസാനം സൂപ്പർ ബമ്പർ ലോട്ടോ അടിക്കുന്ന പറയുന്നത്. എന്തോ നാടാ നമ്മുടെ നാട് ഇല്ലേ? സ്വത്രം. ഇതൊന്നും കിട്ടത്തില്ല മക്കളെ. പോയി ഞാൻ പറഞ്ഞു വന്ന് ഇതുപോലല്ലെന്ന് യേശുവിൻ്റെ വരവ്. വായ്പയായി കൊടുത്ത പണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, വരുന്നെങ്കിൽ വരട്ടെ, വരുമ്പോൾ വഴി വെച്ച് കാണാം. അത് ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ പറയേണ്ട വിഷയമല്ല യേശുവിൻ്റെ വരവ്. പ്രത്യാശ. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നതിൻ്റെ പേരാ പ്രത്യാശ. ശരീരത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം. എന്താ കത്തിയെടുത്ത കാര്യം? വെട്ടാൻ കാര്യം എന്താ? വീടില്ല. എന്താ കാര്യം? വിളിച്ചില്ലെങ്കിൽ വെട്ടുമായിരുന്നോ? അബ്രഹാമേ
അബ്രഹാമേ വിളിച്ചില്ലെങ്കിൽ കത്തി വീഴുമായിരുന്നു. എന്താ കാര്യം? അവനറിയാം എനിക്ക് പിള്ളേരുണ്ടായിരുന്നില്ലല്ലോ, ഇല്ലായിരുന്നു. ആ ഇല്ലാത്തതിനെ നീ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവനല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഉള്ളതിനെ തന്നാലും ഞാൻ അവിടെ നിന്ന് അതിനെ തിരികെ പ്രാപിക്കാതെ പോകത്തില്ലെന്ന് അവൻ അറിയാമായിരുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഓർത്തുകൊള്ളുന്ന പകൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉന്തിയുട്ടി പോകുന്നല്ല പ്രത്യാശ എന്ന് പറയുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, ഓ നിർമ്മലമാം നീതി വസ്ത്രം. ചെറുത് പാടിക്കേ. നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഓ പാരിലാരും പാടിടാത്ത പാരിലാരും ചൂടിടാത്ത വാടാമുടി, ഓ പാരിലാരും ചൂടിടാത്ത ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോ സിയോൻ പുരേ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സിയോൻ പുരേ വാഴും. പ്രത്യാശയോടിതാ പ്രത്യാശയോടിതാ ഭക്തര്. അതുകൊണ്ട് യേശുവിന്റെ വരവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തല്ല? പ്രതീക്ഷയല്ല. ഇനി കരമുയർത്തിച്ച് പറ, അതെന്റെ പ്രത്യാശയാണ്. ഏത് യുക്തിവാദി പറഞ്ഞാലും പിള്ളേർ പറഞ്ഞാലും പാസ്റ്റർ പ്രസംഗിച്ചാലും ഇല്ലേലും യേശുവിന്റെ വരവ് എൻ്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ കൊണ്ട് സംഭവിച്ച കാര്യം കൂടെ പറയാൻ ഞാൻ, അതായത് രക്തസാക്ഷികളുടെ ചരിത്രം വായിച്ച് നമ്മൾ പഠിക്കുന്ന ഇടയ്ക്കൊക്കെ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. പ്രഭ വിതറിയ മിഷണറിമാർ. നമ്മുടെ VP ഫിലിപ്പ് സാറൊക്കെ എഴുതിയ പുസ്തകമാണ്. 50 മിഷണറിമാരുടെ ജീവചരിത്രമുണ്ട്. നിങ്ങൾ ഈ 1 കൊരിന്ത്യർ 16:23 വായിച്ചിട്ടില്ലേ? നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. വായിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ കർത്താവ് വരുന്നു. ആ പദത്തിൻ്റെ അരാമ്യ പദമാണ് മാറാനാഥ. മാറാനാഥ. അത് എപ്പോൾ പറയുന്ന വാക്കാണെന്നല്ലോ അറിയാമോ? ഇനി അത് പറയാം. 7000 പേര് മുതൽ 12000 പേര് വരെ ഇരിക്കുന്ന പുരാതന കാലത്തെ വമ്പൻ സ്റ്റേഡിയങ്ങൾക്ക് നടുവിൽ ആഴ്ചകളോളം പട്ടിണിക്കിട്ടിരിക്കുന്ന രക്തസാക്ഷികളായി വിധിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ആളുകളെ മരണത്തിനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഓഡിറ്റോറിയം, ഒരു ഗ്യാലറിയും. അവിടെ ക്രൂര മൃഗങ്ങളുടെ ഇങ്ങനെ അഴി ഇരിക്കുകയാണ്. അപ്പോൾ 7000 പേരിൽ 12000 പേര് വരെയുണ്ട്. കൈകാലുകൾ പിറകിൽ ബന്ധിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ ഇവിടെ നിർത്തിയിട്ട് ഈ കൂടങ്ങ് തുറന്നു വിടുമ്പം ഹിംസ്ര ജീവികൾ, സിംഹങ്ങൾ വന്നവരെന്ത് ചെയ്യും? കടിച്ചു കീറി തിന്നും. ഗർഭിണികളായ സ്ത്രീകളുണ്ട്. അവരുടെ വയറൊക്കെ വലിച്ചു പൊട്ടിച്ച് ഈ മാംസപിണ്ഡം പോലെ കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തിന്നുന്നത് കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ ആർപ്പ് വിളിക്കും. അത് പണ്ടത്തെ ഒരു ആഘോഷമാണ്. അപ്പം അങ്ങനെ ഇവരെ കൊണ്ടുവരുമ്പം ഇവരോട് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നമ്മളോടൊക്കെ ചോദിച്ചാൽ എന്നാ പറയുന്നത്? അവസാനമായി ഒരാഗ്രഹം എന്തോ പറയും, എന്തൊക്കെ പറയില്ലേ? ഞാൻ പറയുന്നില്ല, ഗൗരവമുള്ള വിഷയത്തിൽ നമ്മുടെ ചിരി വേണ്ടല്ലോ എന്ന് കരുതിയ പല കാര്യങ്ങൾ പറയും. ഇവർ പറഞ്ഞ കേട്ടണം, ഞങ്ങളുടെ കൈകളുടെ ബന്ധനം ഒന്ന് അഴിക്കാമായിരുന്നെങ്കിൽ ഇവരോട് ഒരു ടാറ്റ പറഞ്ഞിട്ട് പോകാമായിരുന്നു. അത്രയേ ഉള്ളൂ അവരുടെ ആഗ്രഹം. അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ധാർമ്മിക മര്യാദയാണ്. ആ മൂല്യം നഷ്ടപ്പെടാതിരിക്കുവാൻ അവരെന്ത് ചെയ്യും?
കൈകളുടെ ബന്ധനം അഴിക്കും. അന്നേരം അവർ ഈ സ്റ്റേജിലേക്ക് നോക്കി ഉറക്കെ പറയുന്ന പദമാണ് മാറാനാഥാ എന്ന് പറയും. എന്തിനാ പറയുന്നറിയാമോ? ഞങ്ങൾ വിശ്വസിച്ച ഈ യേശുവിനെ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനാ. ഇനി അവിടെ നിന്നുകൊണ്ട് അവരപ്പം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് മാറാനാഥാ എന്ന് പറയും. ഇനി അങ്ങനെ പറഞ്ഞാലത്തെ കാര്യം കേൾക്കണം. അടുത്തത് ആ പറഞ്ഞവനെ അന്നേരം അറസ്റ്റ് ചെയ്യും. അവൻ ആരാന്ന് മനസ്സിലായി, രക്ഷിക്കപ്പെട്ടവനെ മനസ്സിലായി. അവനെ ഇനിയൊരു വിസ്താരം കൂടാതെ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ ഇവനെയും ഇതുപോലെ കൊണ്ടുവന്ന് ക്രൂര മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കും എന്ന കിരാതമായ അഴിക്കാനാകാത്ത നിയമം കിടക്കുമ്പോഴും മാറാനാഥ എന്ന ആവേശത്തോടെ വിളിക്കുന്ന ആത്മീക സഹോദരങ്ങൾക്ക് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച കൂടപ്പിറപ്പല്ലെങ്കിലും ക്രൂശിൽ ജനിച്ച കൂടപ്പിറപ്പല്ലേ, അവന് ഒരു ഗംഭീരമായ യാത്രയിപ്പ് കൊടുക്കേണ്ടതിന് പൊക്കോ. യേശു പ്രസംഗം ആരംഭിക്കുള്ള യോഹന്നാൻ തടവിലായപ്പോൾ യേശു പ്രസംഗിച്ചതുപോലെ നീ പോയാൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്താൻ ആത്മീകത്തിന്റെ അടങ്ങാത്ത അലയൊലികൾ അകത്ത് അണക്കെട്ട് കണക്കെ സൂക്ഷിച്ച ദൈവമക്കൾ കരമുയർത്തി എഴുന്നേറ്റെന്ന് പറയും, മാറാനാഥാ എന്ന് പറയും. അത് കേട്ടോണ്ടാണ് പ്രിയപ്പെട്ടവരെ അവര് സിംഹങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നത്. എത്ര പ്രത്യാശയാണ് നിങ്ങൾ നോക്കിക്കേ, ഇല്ലേ? നാട്ടുരാജാക്കന്മാർ വൈകുന്നേരത്തെ ഓതറിന് വെട്ടം കാണുവാൻ വേണ്ടി വരികയാണ്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, മണ്ണെണ്ണയുള്ള ഒരു കാലഘട്ടമാണ്. കുറച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് പന്തം കൊളുത്തിയൊക്കെ സമയത്ത്. അപ്പം അന്ന് ഈ രാജാക്കന്മാരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് നിശ്ചിത അകലത്തിൽ പോസ്റ്റ് പോലെ കുഴി കുത്തിയിട്ട് രക്ഷിക്കപ്പെട്ടവരെ തല മാത്രം മുകളിൽ നിർത്തി കുഴിച്ചിടും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വെള്ളം വേണോ? വെള്ളം വേണം. പക്ഷേ യേശുവിന് തള്ളി പറയണം വെള്ളം വേണ്ടെന്ന് വെച്ചു. യേശുവിന് തള്ളി പറയാമെങ്കിൽ കുഴിന്ന് കയറാം. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് ഒരു ശംഖുലി കേൾക്കും, ചെണ്ട കെട്ടും, രാജാവ് എഴുന്നള്ളുന്നേന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ മിന്നുന്ന ഖഡ്ഗവുമായി വാളുമായി വന്നിട്ട് അവസാനത്തെ ചോദ്യം, രാജാവ് വരുന്നുണ്ട്, നിനക്ക് യേശുവിനെ തള്ളി പറയാൻ തയ്യാറാണോ അല്ലയോ? തള്ളി പറയില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ തലയുടെ മൂട്, കരിക്കിൻ്റെ മൂട് വെട്ടിക്കളഞ്ഞ് എടുത്തുള്ള കൈയിട്ട് തലച്ചോറ് എടുത്തു കളഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് പന്തം കൊടുത്തു പച്ചയ്ക്ക് കത്തിക്കും. ചാൾസ് ജോൺസന്റെ പാട്ടാ, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ, ഇല്ലേ? ഈ പാട്ട് പാടിയിട്ട് ഞാൻ 42 കൊല്ലമായി ഇതുവരെ കാലി മുള്ളുകൊള്ളാൻ ദൈവം സമ്മതിച്ചിട്ടില്ല കേട്ടോ. മഴ വന്നു വെയിൽ വന്നു യോത്തിന് വരാത്ത എത്ര പാർട്ടികളുണ്ട് അവിടെ. അപ്പം നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇങ്ങനെ ചോദിക്കും. അപ്പം ഇതാണ് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞോണ്ടാ ചോദിക്കുന്നത്. അവൻ പറയും ഇല്ല ഞാൻ തള്ളി പറയില്ല. ആ ഖഡ്ഗം വീശുകയാണ്. ആ മൂട് എടുത്ത് കളഞ്ഞ് തലച്ചോറെടുത്ത് കഴിഞ്ഞ് മണ്ണെണ്ണ ഒഴിച്ച് പന്തം കൊളുത്തി ആ പന്തത്തിന്റെ വെളിച്ചത്തിലാണ് ആര് എഴുന്നള്ളുന്നത്? രാജാവ് എഴുന്നള്ളുന്നത്. എന്തുകൊണ്ട് അവർ ആ മരണത്തിന് കീഴടങ്ങിയെന്നറിയാമോ? ഒരു നല്ല ശവപ്പെട്ടിയും നല്ല ശവക്കോട്ടയും നല്ല അടക്കവും കിട്ടിയില്ലെങ്കിലും ഇവിടെ ഞങ്ങൾ കൈത്തിരി പോലെ എരിഞ്ഞവിടെ തീർന്നാലും മണ്ണിനെ ജയിച്ച് ഉയർത്ത ക്രിസ്തു മേഘമണ്ഡലത്തിൽ വന്നുകൊണ്ട് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിരുന്ന് വിളിക്കുന്ന സമയത്ത് എവിടെ അടങ്ങിയാലും എവിടെ ഒടുങ്ങിയാലും തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ആത്മനാഥനെ എതിരേക്കാൻ ഞങ്ങൾ ഉയർത്തി നിൽക്കുമെന്ന പ്രത്യാശയുള്ളത് കൊണ്ടാണ് അവരെ ആ മരണത്തിന് കീഴടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, എന്നെ പലപ്പോഴും ചങ്ക് തകർത്തൊരു മരണമുണ്ടെന്നറിയാമോ? ഈ നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ, അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ പോയേക്കുക. അരോഗ ദൃഢ ഗാത്രന്മാരായ ചെറുപ്പക്കാര് വടമെറിഞ്ഞിട്ട് ആ കമ്പിങ്ങനെ വളച്ചു പിടിക്കും. അപ്പം ഇങ്ങനെ വളഞ്ഞു വരും. ഇവിടെയും കമ്പ് വളച്ചു പിടിക്കും. എന്നിട്ട് രക്ഷിക്കപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് അവൻ്റെ വലത്തെ കൈയും വലത്തെ കാലും ഒരു വൃക്ഷത്തിൻ്റെ കമ്പിൽ കിട്ടും. ഇടത്തെ കൈയും ഇടത്തെ കാലും മറുവൃക്ഷത്തിൻ്റെ കമ്പിൽ കിട്ടും. എന്നിട്ടാണ് ചോദിക്കുന്നത്, യേശുവിനെ തള്ളി പറയാൻ തയ്യാറാണോ? അല്ല എന്ന് പറഞ്ഞാൽ വടം വിടുക. ബാക്കിയൊന്നും പറയാനും കേൾക്കാനും നമുക്ക് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അവൻ പറയും ഇല്ല, യേശുവിനെ ഞങ്ങൾ തള്ളിപ്പറയില്ല. വടം വിടും. മഹാപുരോഹിതന്റെ കയ്യിലിരിക്കുന്ന കുറുപ്രാവിനെ കീറിയെടുക്കുന്ന ലാഘവത്തോടെ, നമ്മുടെ ബംഗാളി പിള്ളേർ ഇപ്പം ചിക്കൻ കീറുന്ന ലാഘവത്തോടെ, സർവ്വലോകത്തെക്കാളും വിലപിടിപ്പുള്ള ആത്മാവിൻ്റെ ഉടമസ്ഥ വസിക്കുന്ന ഈ ശരീരം എല്ലിൻ കൂടുകൾ തകർത്ത് പിടിച്ചെടുത്തുകൊണ്ട്, വാരിയെല്ലുകൾ തകർത്ത് കടകട ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് 2 പീസായി കീറി അങ്ങോട്ട് പോവുകയാണ്.
പിടയ്ക്കുന്ന മാംസതുണ്ടത്തിൽ നിന്ന്, കണ്ണൊക്കെ ഉന്തി നിൽക്കുന്ന മാംസതുണ്ടിൽ നിന്ന് ചോര തുള്ളികൾ ഇറ്റിറ്റായി താഴോട്ട് വീഴുമ്പം ആത്മാവ് പോലും പോയിട്ടുണ്ടാവില്ല. ഇവനോട് ചോദിക്കുക, അടുത്തായിട്ട്, നിനക്കിത് കണ്ടിട്ടെങ്കിലും യേശുവിനെ തള്ളിപ്പറയാൻ തയ്യാറാണ്? ഈ മരിച്ചവനേക്കാൾ പാസ്റ്റർ എൻ്റെ മനസ്സ് ഉലച്ചത് രണ്ടാമത്തവൻ്റെ മറുപടിയാണ്. അവനെന്താ പറയുന്നറിയാമോ? സാർ, എങ്ങനെ ഈ മരണം വേണ്ടെന്ന് വെക്കും? കാരണം ഞങ്ങളുടെ കർത്താവ് മരിച്ചത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്ന, അവിടെ കിടന്ന് മരിക്കാൻ, ഈ മരക്കൊമ്പിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഈ മരണം വേണ്ടെന്ന് വെക്കില്ല സാർ, വടം വിട്ടോളൂ എന്ന് പറയുന്ന ആ ഒരു ആത്മീയതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതിനൊന്നും പകരം വെക്കാൻ ഇവിടുത്തെ വെയിലിനും ഇവിടുത്തെ മഞ്ഞിനും മഴയ്ക്കൊന്നും കഴിയില്ലെന്ന്, ഒരു വാദത്തിനും ഉളുക്കിനൊന്നും കഴിയത്തില്ലെന്ന്, ഒരു മഴ വന്നാലൊന്നും കഴിയത്തില്ലെന്ന് ആ പ്രത്യാശയോടെ ഈ വിശ്വാസ ജീവിതം 15.5 കോടി രക്തസാക്ഷികൾ ചുടുതിണമൊഴിച്ചാണ് സുവിശേഷം എന്ന് പറയുന്ന വടവൃക്ഷം ഇങ്ങനെ പൂത്ത് തളുത്ത് നിൽക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ, ഇതിന്റെ ചുവട്ടിൽ രക്തസാക്ഷികളായി മാറിയവരെ ഓർത്ത കരമൊന്ന് ഉയർത്തി ഇന്നൊരു പകൽ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ മക്കൾ, സ്തോത്രം. എത്ര സാക്ഷികളെ പറയാണ്ടെന്നറിയാം. നമ്മുടെ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒറ്റ പോയിന്റ് നിൽക്കുക. 1 മണിയാകുമ്പോഴേക്കും 3-4 പോയിന്റ് ചിന്തിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, തുറന്നും തീർത്തും പറയട്ടെ, യേശുവിൻ്റെ വരവെന്ന് പറയും നമുക്ക് എന്തല്ല? പ്രതീക്ഷയല്ല. അതുകൊണ്ട് ഈ നാമം ധരിച്ചിട്ട് കഷ്ടത സഹിക്കേണ്ടി വന്നാലും, മരണം സഹിക്കേണ്ടി വന്നാലും, പറയാൻ എളുപ്പമാണെങ്കിലും ബുദ്ധിമുട്ടാണ്. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകളോ അധികാരങ്ങൾക്കൊന്നും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയില്ല. എൻ്റെ യേശു വരും. ഈ ധൈര്യം ഉണ്ടാകട്ടെ. നെഞ്ചിൽ കൈവച്ച് പറ, യേശു വരും, യേശു വരും, എനിക്ക് വേണ്ടി എൻ്റെ യേശു വരും. ഇതൊരു പ്രതീക്ഷയല്ല. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കും. രണ്ടാമത്തെ പോയിന്റ് അറിയാമോ? എന്ന് പറഞ്ഞാൽ 10 വിധമായ പഠിപ്പിക്കലുകൾ. ഇതാണ് 10 വിധമായ പഠിപ്പിക്കലുകൾ. അതാണ്, അതായത് യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് 10 വിധമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. നിങ്ങളെന്താ എഴുതിക്കോ. 1, രക്ഷിക്കപ്പെടുമ്പോൾ. 10 വിധ പഠിപ്പിക്കലുകൾ എന്ന് എഴുതിയല്ലോ അല്ലേ ടൈറ്റിൽ താഴെ. രക്ഷിക്കപ്പെടുമ്പോൾ. 1, രക്ഷിക്കപ്പെടുമ്പോൾ. 2, സ്നാനപ്പെടുമ്പോൾ. ടൈറ്റിൽ എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്താ? 10 വിധ പഠിപ്പിക്കലുകൾ. ഇനി അതിൻ്റെ 10 സബ് പോയിന്റുകൾ പറയും. എന്താ 10 വിധ പഠിപ്പിക്കൽ? 1, രക്ഷിക്കപ്പെടുമ്പോൾ. 2, സ്നാനപ്പെടുമ്പോൾ. 3, അഭിഷേകം പ്രാപിക്കുമ്പോൾ. 4, മരിക്കുമ്പോൾ. 4 സ്പീഡുള്ളവരുണ്ടോ? 5, അഭിവൃദ്ധി പ്രോസ്പെരിറ്റി, 5-ാമത്തെ ഉപദേശം. 6, യെരുശലേമിൻ്റെ നാശത്തിൽ, 6-ാമത്തെ ഉപദേശം. 7, സുവിശേഷ പ്രചാരണം, 7-ാമത്തേത്. 8, 9, 10 മഹാപിണ്ഡകാലത്തിന് മുമ്പ്, മഹാപിണ്ഡകാലത്തിന് മധ്യത്തിൽ, മഹാപിണ്ഡകാലശേഷം. ഇതാണ് 8, 9, 10 പഠിപ്പിക്കലുകൾ. ഇപ്പം എത്ര വിധമായി എഴുതിയവർക്ക് വീണ്ടും പറയാം. 1, എഴുതിയവരെന്ന് ഉറക്കെ പറയാം. 1, രക്ഷിക്കപ്പെടുമ്പോൾ. 2, സ്നാനപ്പെടുമ്പോൾ. 3, അഭിഷേകം പ്രാപിക്കുമ്പോൾ. 4, മരിക്കുമ്പോൾ. 5, അഭിവൃദ്ധി. 6, 7, 8, 9, 10 മഹാപിണ്ഡകാലത്തിന് മുമ്പ്, മഹാപിണ്ഡകാലത്തിന് മധ്യത്തിൽ, മഹാപിണ്ഡകാലത്തിന് ശേഷം. ഒന്ന് ഓടിച്ച് വിവരിക്കട്ടെ. ഇത്രയല്ല, ചുമ്മാ കമ്പി വാചകം വിവരി എന്നല്ലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ നമുക്കൊന്നിലേക്ക് വരാം. എന്താ ഈ 10 വിധ പഠിപ്പിക്കുക? അതായത് കഴിഞ്ഞ 21 നൂറ്റാണ്ടുകൾ കൊണ്ട് ലോകത്തിൻ്റെ 195-ൽ പരം വരുന്ന രാജ്യങ്ങളിലായി യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച 35-ലേറെ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. എത്ര പഠിപ്പിക്കലുകൾ? 35-ലേറെ. അതിൽ 25 കാലത്തിൻ്റെ കടന്നുപോക്കിൽ കടപുഴുകി എറിയപ്പെട്ടു. അതൊന്നും ഇപ്പോഴില്ല. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 35-ൽ നിന്ന് 25 പോയാൽ 10 ഉണ്ട്. ആ 10 3 ഇന്ത്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 2 കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര വിശ്വസിക്കണം? ഒരെണ്ണല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ഒന്നാമത് എന്താ എഴുതിയത്? രക്ഷിക്കപ്പെടുമ്പോൾ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു എവിടെ വന്നു? എവിടെ വന്നു? അയ്യോ, പാട്ടൊക്കെ മറന്നു. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, ഇങ്ങനെ പാടാറില്ലേ? അപ്പൊ യേശു ഉള്ളത്തിലേക്ക് വന്നാണ് രണ്ടാം വരവെന്നാ ചെല്ല് പഠിപ്പിക്കുന്നത്. ഒന്നാമത് യേശു ക്രൂശിൽ കാൽവറി വന്നു, രണ്ടാമത് യേശു രക്ഷിക്കപ്പെടാത്ത, അതാ രണ്ടാം വരവ്. ശരിയോ തെറ്റോ? തെറ്റ്. രണ്ട്, സ്നാനപ്പെടുമ്പോൾ യേശു വരുന്നു. സ്നാനപ്പെടുമ്പോഴല്ലേ പരിശുദ്ധാത്മാ വന്നത്? സ്നാനപ്പെടുമ്പോൾ ദൈവം നമ്മുടെ അകത്തേക്ക് വരുന്നു, ചെല്ല് പഠിപ്പിക്കുക. ശരിയോ തെറ്റോ? തെറ്റ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ യേശു വരുന്നു. ശരിയോ തെറ്റോ? പരിശുദ്ധാത്മാഭിഷേകം ഒരു ക്ലാസ് എടുക്കണം കേട്ടോ. ഈയിടെ ഞാനൊരു പഴയ സഭയിൽ ചെന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മ ദാനം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാചാരം, പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധ നിറവ്, പരിശുദ്ധാത്മ അധിവാസം. 7 7 ഒന്നാണോ ചോദിച്ചു. ഒരെണ്ണത്തിന് അറിയില്ല. നമുക്ക് ഒറ്റ കാര്യം അറിയുള്ളൂ, പരിശുദ്ധാത്മ അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ഇത് നമുക്കറിയത്തുള്ളൂ. ദാനം, സ്നാനം, അഭിഷേകം, അച്ചാരം, അധിവാസം, മുദ്ര, നിറവ്, 7 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? വേണ്ടേ? വേണം. ഇപ്പോഴല്ല, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈയിടെ ഞങ്ങളുടെ യൂത്ത് ക്യാമ്പിന് അതായിരുന്നു, പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്ത്. എന്തായാലും 8:30 ക്ലാസ് കഴിഞ്ഞു. 8:30 മുതൽ 1.5 മണിക്കൂർ അവർ കരഞ്ഞു. അത്രയും മതി എനിക്ക്. 1.5 മണിക്കൂർ കരഞ്ഞു. വീട്ടിൽ പോകണ്ട, കമന്ന് കിടന്ന് കരയായിരുന്നു. അത് തന്നെ വലിയ സന്തോഷം. അത് നമ്മൾ സമ്പൂർണ്ണ തൃപ്തനാണ്. എന്തുവാ പരിശുദ്ധാത്മ? പിള്ളേർ നമ്മുടെ ബന്ധുക്കോസരെല്ലാം കൂടെ പരിശുദ്ധാത്മാവിനെ എണ്ണയാക്കി, പരിശുദ്ധാത്മാവിനെ അടുത്തത് വെള്ളമാക്കി, പരിശുദ്ധാത്മാവിനെ കാറ്റാക്കി, പരിശുദ്ധാത്മാവിനെ തീയാക്കി. ഈ 4 ടോപ്പ് തീയ, ഫയറാണ് മൊത്തത്തിൽ. പരിശുദ്ധാത്മാവ് എന്താണ്? ഫയറാണ്. അയ്യോ, ഫയറെന്ന് പറഞ്ഞു, എന്നാ ഫയറെന്നറിയാം. സുവിശേഷ യോഗത്തിൻ്റെ പേര് വരെ ഫയർ മീറ്റിംഗ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇത് വല്ലതും ആണോ പരിശുദ്ധാത്മാവ്? തീ പോലെ നല്ലേ, നല്ല തീ ഇറങ്ങി വന്നു എന്നാണോ? അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവം പിന്നെ കാറ്റ് പോലെ മറ്റേതെന്താ പറയാത്തെ? എണ്ണ പോലെ എന്ന് എന്താ പറയാത്തെ? അതൊന്നും ആർക്കും വേണ്ട. എന്ത് മതി ഇപ്പം? മൊത്തം അന്യാഗ്നിയാ കത്തുന്നെന്ന് എനിക്ക് തോന്നുന്നു. അന്യാഗ്നി. അതെ, അതൊക്കെ ഒരു ഭാഗം അതങ്ങോട്ട് പോട്ടെ, ആ വശത്തോടെ അതങ്ങ് പോട്ടെ. എല്ലാ കാലത്തും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ട് അതാണ് യേശുവിൻ്റെ ഓരോ. അതൊന്നും ശരിയല്ല. അടുത്തത് എഴുതിയത് അഭിഷേകം പ്രാപിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അപ്പം പറഞ്ഞത്. അതൊന്നും ശരിയല്ല. അടുത്തത് മരിക്കുമ്പോൾ. അങ്ങനെ ഒരു പഠനം പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ യാക്കോബായിൽ ജനിച്ചു വളർന്നവരാണ്, യാക്കോബായ സഭയിൽ. പണ്ടൊക്കെ ഈ ഒരു പാട്ട് പാടും, കാലൻ്റെ കോലമായി മൃത്യു വരും നേരം കാലും കയ്യും കെട്ടിക്കൊണ്ടു പോകും. പാടാറുണ്ടോ? താല്പര്യമില്ലാത്തതുകൊണ്ട് പാടാറില്ലായിരിക്കും. ആ പാട്ടിൻ്റെ അർത്ഥം ഇതാണ്, കാലൻ്റെ കോലമായി ആര് വരും? മൃത്യു വരും എന്ന് പറഞ്ഞാൽ അത് സാഹിത്യ ഭാഷയാണ്. കാലൻ്റെ കോലമായി കാലമാടൻ വരും എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. കാലമാടനെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഒരു കറുത്ത പോത്തിൻ്റെ പുറത്ത് റാ പോലെ 2 കൊമ്പൊക്കെ ആയിട്ട്, ഞണ്ട് പൊത്തി നോക്കുന്ന പോലെ 2 ഉണ്ട കണ്ണിങ്ങനെ നിൽക്കുന്നു. ബബിൾ കം പിടിച്ച് വലിച്ചു നീട്ടിയത് പോലെ 2 പല്ല് നേരെ താഴോട്ട്, ഒരു കറുത്ത നൈറ്റി, ചെസ്റ്റ് നമ്പർ 666, പിറകിൽ പരിണാമവാദ സിദ്ധാന്തന്റെ പ്രതീകമായി പിറകിലൊരു വാല്, വിക്രമാദിത്യ ചക്രവർത്തി ഇട്ടതുപോലെ മുൻപോട്ട് വളഞ്ഞ് 2 ഷൂവ്, ഒരു ഫൈനൽ ടച്ചിന് ലുട്ടാപ്പിയുടെ കുന്തവും. ഇത്രയുമായാൽ ആരായി? കണ്ടിട്ടില്ല. ഇതൊന്നും ആർക്കും താല്പര്യമില്ലെന്നേ. ചാകണമെന്നൊക്കെ പറയുന്നെങ്കിലും ആർക്കും. പണ്ടൊരു അമ്മച്ചി പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും തൊട്ടടുത്ത ഫോറസ്റ്റ് ഏറിയ. അപ്പം പറഞ്ഞു, ഈ മോള് പറഞ്ഞു വിറക് പറിക്കൂട്ടോ നല്ല കഞ്ഞി വേണമെങ്കിൽ. അപ്പം അമ്മച്ചി പറയാ, എൻ്റെ കാലമാടാ, നീ ഒന്ന് കെട്ടിയെന്നലിച്ച് വന്നിരുന്നെങ്കിൽ. എപ്പോഴും വിളിയാ. അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അമ്മച്ചി ചെയ്യുന്ന ഈ വിറകൊക്കെ പറയും, ഭയങ്കര കനം, വിറകിന് ഭയങ്കര കനം. അപ്പം അമ്മച്ചി അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ കാലമാടാ. അവൻ പറയുന്നത് എന്തോന്നൊരു ഒച്ച. നോക്കിയപ്പോൾ കാലമാടം വന്ന് നിൽക്കുന്നത്. അപ്പം ചോദിച്ചു, നീ ആരടാ മോനെ? അമ്മച്ചി, ഞാനാണ് കാലമാടൻ. ആണോ? കുറേ നാളായി അമ്മച്ചി വിളിക്കുന്നു, പക്ഷെ വരാൻ വലിയ തിരക്കായിരുന്നു. ഭയങ്കര അപകടങ്ങൾ, ഭൂകമ്പങ്ങൾ,
ദേശീയ ദുരന്തങ്ങൾ, പ്രളയക്കെടുതികൾ, പകർച്ചവ്യാധികൾ. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഞങ്ങളിപ്പം മൊത്തം JCB കൊണ്ടാണ് ഓടിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മച്ചിയെ വിളിച്ചപ്പം ഈ ഒറ്റ മരണമൊക്കെ ആയതുകൊണ്ടേ ഞങ്ങൾ വരാനായിട്ട് ശ്രദ്ധ അങ്ങനെയല്ലേ. അണ്ട് ആ ഷിരൂരിൽ ഒരു പയ്യൻ അർജുനും വരും, നമ്മളതിൻ്റെ പുറകെയായിരുന്നു. അപ്പോഴുണ്ട് ഒരു ഉണ്ടക്കൈയിൽ 500 രൂപ. അപ്പോൾ ഷിരൂർ നമ്മളങ്ങ് വിട്ട് എല്ലാവരും പിന്നെ ചുരമല പോയി കയറുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പം അങ്ങനായി. വിചാരം പറഞ്ഞു അമ്മച്ചേനെ ഞങ്ങളങ്ങ് വിട്ടു. ഇപ്പോഴാണ് സമയം കിട്ടിയ കേട്ടെ അമ്മച്ചി എന്തിനാ വിളിച്ചതെന്ന് വെച്ചു. ഈ വിറകെട്ടൊന്ന് പിടിച്ചു തരാനാന്ന് കേട്ടോ. ഇത്ര നാളും വിളിച്ചെന്തോന്നാ എന്നെ എപ്പോഴാ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകുന്നത്. വന്നപ്പോൾ എന്തോ പറയുന്നത്, ഈ വിറകേട്ടൊന്ന് പോകാൻ താല്പര്യമുണ്ടോ? നമുക്ക് ഇല്ലത്തെ. അത് കാര്യമാണത്തെ. അതല്ലേ ഒരു ശ്വാസം കൊണ്ടാണ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് നടക്കുന്നത്. അത് കിട്ടാതാകുമ്പോഴും ആഞ്ഞു പിടിക്കും. വേണം ചാൻ കിടക്കുമ്പോൾ വിട്ടുകൊടുക്ക കൊടുക്കില്ല. അവസാന ഗതിയില്ലാണ്ടാകുമ്പോൾ പിടി വിടുന്നതാണ്. എന്താ കൊടുക്കില്ല, വിട്ടുകൊടു വിട്ടു. ഏത് മനുഷ്യനും മുറ ചെന്നാലും ഒരു ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്തില്ല. ഈ സംഗതി കഴിഞ്ഞു. നമുക്ക് വേണ്ടി കറുത്ത കൊടി വരും. എന്താ ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ഈ രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുവരാൻ കാലമാടനാണോ വരുന്നത്? പിന്നെ ആരാ വരുന്നത്? ലൂക്കോസ് 16 ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ആരാ വരുന്നത്? അന്ന സ്വോത്രം. പിള്ളേർ വന്നില്ലേലും ആരും കൊണ്ടുപോകും മക്കളെ. അത് നമ്മളേത് പാട്ടാ പാടുന്നത്? എന്നെ ഏതി ഏൽപ്പാനായി. ഈ പേടിയില്ലാത്തവരൊക്കെ പാടിച്ചാൽ മതി. ആവശ്യമില്ലാതെ വെറുതെ പേടി വന്ന് പാടിയ അറ്റാക്കം വന്ന 3 ദിവസം ക്ലാസ് ഉള്ളതാ. വെറുതെ ഇവിടുന്ന് പാടി പക്ഷേ ഈ 1-ാം ദിവസം തന്നെ മുടിയാനായിട്ട് പാടണോ എന്നൊക്കെ അതിന് പേടിയുള്ളൊന്നും പാടണ്ടെന്നേ. അതങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം അങ്ങ് പാടിച്ചാൽ മതി. നമുക്കെന്താ പാടല്ലേ? എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി. എത്ര മനോഹരമായ പാട്ടാണെന്നറിയാം. ഞാൻ എപ്പോഴും പറയും, രാത്രി കിടക്കാൻ നേരത്തെ ഏത് പാട്ട് പാടിച്ച് കിടക്കണം? നീങ്ങിപ്പോ എൻ്റെ അതൊന്നും പാടിച്ച് കിടക്കരുത്. ഈ ചത്ത പാട്ട്, മരണസമയത്തുള്ള പാട്ട് പാടി, ആ പാട്ട് പാടിയുമ്പോൾ ഓർത്തോളം ഇന്ന് രാത്രി ഞാൻ കിടക്കാമെന്ന് നേരം പോലെ ചിലപ്പോൾ എഴുന്നേറ്റൊന്നും വരികയില്ല. ആ ഒരു ചിന്ത ഉണ്ടായാൽ ക്ഷമ പറയേണ്ടവരൊക്കെ ക്ഷമ പറഞ്ഞിട്ടേ കിടക്കുള്ളൂ. നീങ്ങിപ്പോയി പാട്ടുകൾ പാടിച്ച് കിടന്നാൽ നാളെ നേരം പോലെ തന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞാൽ കിടക്കുള്ളൂ. നാളെ സൂര്യനൂതി ചെയ്യുമ്പോൾ ബാക്കി നിന്നോട് ഞാൻ അന്നേരം നേരം വിളിക്കട്ടെ. ആ സമയത്ത് ദൈവമേ നേരം ചിലപ്പോൾ ഞാൻ ചത്തുപോയാലോ, അങ്ങനെ ചിന്തിച്ച് കിടന്നാലോ എല്ലാം ക്ഷമ പറയും. സ്വോത്രം. എല്ലാ ദിവസവും രാത്രി മരിച്ച് കിടക്കണം, പെട്ടി കിടക്കുന്ന പോലെ. നേരം വിളക്കുമ്പോൾ കൊച്ച് ആശുപത്രി ജനിക്കുന്ന പോലെ ജനിക്കണം. രാത്രി കിടക്കുമ്പോൾ എങ്ങനെ കിടക്കണം? പറ. മരിച്ചതുപോലെ കിടക്കണം. നേരം വിളക്കുമ്പം ജനിച്ചെഴുന്നേക്കണം. സ്വോത്രം. നമ്മൾ നേരെ തിരിച്ചാ. രാത്രി കിടക്കാൻ നേരത്ത് ജനിച്ചതുപോലെ കിടക്കും, നേരം വിളക്കുമ്പം ചത്തതുപോലെ കിടക്കും. പിള്ളേരാരും പറയാൻ വേണ്ട. 9 എന്നാലും ബെർമുഡ ഇട്ടുകൊണ്ട് മരത്താവള കിടക്കുന്ന പോലെ കിടക്കുന്നതാണ്, ചത്തതുപോലെ കിടക്കും. കണ്ടോ? ഇപ്പം മരിക്കുമ്പോൾ യേശു വരുന്നത്, മരിക്കുമ്പോഴല്ല യേശു വരുന്നത് കേട്ടോ. മനസ്സിലായി? അടുത്തെന്താ എഴുതുക? 5-ാമത്തെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിൽ പോയി എന്നാ കിട്ടുന്ന വെച്ചാ സന്തോഷം, സമാധാനം, സംതൃപ്തി, സല്ലാപം, സൗഭാഗ്യം ഒക്കെയല്ലേ കിട്ടുന്നത്. അതൊക്കെ ഇവിടെ കിട്ടാമെങ്കിൽ അതാണ് സ്വർഗമെന്ന് യഹോവ സാക്ഷികൾ അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ തന്നെ വേണം പലതും എന്നല്ലേ? അതൊന്നും ശരിയല്ല. അടുത്തെന്തുവാ? യെരുശലേം പട്ടണം അത് പണിയുന്ന സമയത്ത് യേശു വരും. വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ, യഹോവ സിയോനെ പണിയുമ്പോൾ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അത് വെച്ചോണ്ട് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണത്. ഞാൻ ഇസ്രായേൽ ലക്ഷണങ്ങൾ പറയുമ്പോൾ പറഞ്ഞു. അടുത്ത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി. എവിടെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവിടെ യേശു വരുന്നു. അതാണ് ഈ പറയുന്നത്. അതൊക്കെ തെറ്റാണ്. അടുത്തത് മഹാപീഠകാലം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സഭ എടുക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു ഭരിക്കും. ദാനിയേൽ പ്രവചനം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലവും കൈയെഴുത്ത് മായ്ച്ച് അത് കൊലോസ്യ ലേഖനം. ദാനിയേൽ പ്രവചനത്തിൽ അതിക്രമങ്ങൾ നമുക്ക് 62, 7, 69 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ
ഛേദിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതായത് ഒരാഴ്ചയോടെ തന്നെ 7 കൊല്ലമാണ്. 7 പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? 49 7 40 490 കൊല്ലം. ഈ 490 കൊല്ലത്തിൽ കഷ്ടകാലങ്ങളിൽ വീതിയും കിടങ്ങുമായിട്ട് 62 7 69 ആഴ്ചവട്ടം പണിതു. ഞാനതിനെ കണക്ക് പിന്നെ പറയാം, കാരണം ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ 7 ആഴ്ചവട്ടം കൊണ്ട് പിന്നെ പണിയുമോ 62 ആണോ ഒക്കെ സംശയമുണ്ട്. അത് ക്ലിയറായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ വരുവാനുള്ള പ്രഭു ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആ സമയത്ത് ചിന്തിക്കാം. അങ്ങോട്ടൊക്കെ പോയിട്ടില്ല, സംഗതി കുളം താഴ്ത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കുറ്റി പറിക്കാൻ ശ്രമിക്കേണ്ട, അതാണ് വരുമ്പോഴേക്കും കൂടിയൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ അവിടെ ഇനി ഒരാഴ്ചവട്ടം ശേഷിക്കുന്നുണ്ട്. ഇസ്രായേലിനുള്ളതാണ് ആഴ്ചവട്ടം. ആ ഒരാഴ്ചവട്ടമാണ് ഇതിൽ ക്രിസ്തു ഭരിക്കുന്നത്. ആ കാലത്തിന് പറഞ്ഞ പേരാണ് മഹാപീഡന കാലഘട്ടം. 3.5 കൊല്ലത്തിനിടയിൽ 60 ബാധകൾ ലോകത്തിലേക്ക് അയക്കും. ഇതാണ് ആ സംഭവം. ഇപ്പം ചിലർ പറയുന്നു മഹാപീഡന കാലഘട്ടം കഴിഞ്ഞേ ആര് വരുള്ളൂ? യേശു വരുള്ളൂ. ചിലർ പറഞ്ഞു മഹാപീഡന കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ ആര് വരും? യേശു വരും. അങ്ങനെ ചിലർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും കേരളത്തിൽ. കുറഞ്ഞു വരും മഹാപീഡന കാലഘട്ടം കഴിഞ്ഞേ ആര് വരുള്ളൂ. ഇനി ചോദ്യം, നിങ്ങളെന്തോ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് പറയാം. ഞാൻ വിശ്വസിക്കുന്ന മഹാപീഡന കാലഘട്ടം കഴിഞ്ഞ് യേശു വരുമെന്നല്ല വിശ്വസിക്കുന്നത്. മഹാപീഡന കാലഘട്ടത്തിന് മുമ്പ് യേശു വരും, സഭ പോകും. ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എൻ്റെ വിശ്വാസത്തിന് എതിരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. എന്താ കാര്യം? അതോടെ പറയാം. കുറേ ബൈബിളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജ്, അവിടെ ഞാൻ ആദ്യമായിട്ട് പ്രബന്ധം അവതരിപ്പിച്ചു. സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ? ഉച്ചവരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. 3:30 സംഗതി തീർന്നു. അപ്പോൾ ഞങ്ങളുടെ മോഡറേറ്റർ പറഞ്ഞു, ജോയി പാറയ്ക്കൽ വളരെ മനോഹരമായി മഹാപീഠത്തിൽ കൂടി സഭ കടന്നു പോവുകയില്ലെന്ന് ശക്തമായി തെളിയിച്ചിരിക്കുന്നു, കരമുയർത്തി സ്തോത്രം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കയറി വരാൻ പറഞ്ഞു. അന്ന് 1650 രൂപ വില വരുന്ന കിങ് ജെയിംസ് വേർഷൻ്റെ ബൈബിൾ എനിക്ക് സമ്മാനമായിട്ട് തരുവാൻ വിളിച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ അംബാസ് പുള്ളി പറയാം, ജോയി പാറയ്ക്കൽ ബൈബിളൊക്കെ മേടിച്ചുകൊണ്ട് നോക്കും, പക്ഷേ സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകും. പിന്നെയും തർക്കം. മണി 3:30 അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ സംശയം ചോദിക്കുക. ഇവിടെ 4 ചോദ്യം, 4 ഉത്തരം പറഞ്ഞു. 4 ചോദ്യം ഉത്തരം പുള്ളിയാൻ തൃപ്തികരമല്ല. ഒന്നാമത് 40 വയസ്സ് കഴിഞ്ഞവരെ തിരുത്താൻ പറ്റില്ല. എന്തുവാ? 40 വയസ്സ് കഴിഞ്ഞവരെ തിരുത്താൻ പറ്റില്ല. അവർ കേൾക്കുമ്പോൾ ഈ വീട് തെറുപ്പുകാരും തയ്യൽക്കാരും തല കുലുക്കുന്ന പോലെ എല്ലാം കുലുക്കുന്നല്ലാതെ ഇവരൊന്നും ഇതെന്ത് ചെയ്യല. പ്രശ്നം കേൾക്കും, കൊള്ളാൻ കേട്ടോ എന്ന് പറയുന്നല്ലാതെ ഒരു വ്യത്യാസവും വരുത്താനായിട്ട് ഒരു ആവറേജ് പറയാം. 40 തിരുത്താൻ വലിയ പാടാ. പിന്നെ അത്രയൊക്കെ ആത്മാവ് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ അംഗീകരിക്കുകയില്ല. തർക്കമായി. ഞാൻ പറഞ്ഞു, ചോദിക്ക്, ഉത്തരം പറയാം. അവസാനം അന്തരീക്ഷം ബഹളം. അപ്പം ഞങ്ങളുടെ മോഡറേറ്റർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നിപ്പ് കണ്ടിട്ട് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ആളുകൾ ബൈബിളിൽ സിപ്പിട്ട് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിപ്പിട്ട് കാണിക്കുക, അപ്പം നിർത്തിക്കൊള്ളാനാ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു പോം വഴി ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞു, പോം വഴി ഉണ്ടാക്കുക. നിങ്ങൾ രണ്ടുപേർക്കും സമാധാനം വേണമല്ലോ. ഒരു കാര്യം ചെയ്യും, ജോയി പാറയ്ക്കൽ മഹാപീഡന കാലഘട്ടത്തിന് മുമ്പ് പൊക്കോ. ഇപ്പോൾ ചെറിയാനപ്പച്ചൻ പറഞ്ഞു, താങ്കൾക്ക് എപ്പോഴാണ് പോകേണ്ടത്? മഹാപീഡന അന്നേരം വന്നാൽ മതി, അവിടെ ഇരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അതെങ്ങനെ ശരിയാവുന്നേ? എന്നാ ശരിയാവാത്ത തന്നെ? നിങ്ങൾക്ക് മഹാപീഡന കാലം കഴിഞ്ഞ് പോയാൽ പോരെ? മതി, അവിടെ അന്നേരം വന്നാൽ മതി, അവിടെ ഇരിക്കാം. പിന്നെ അത് നിങ്ങൾ ജോയി പാറയ്ക്കലിന് മുമ്പ് പോകണം, പുള്ളി പോട്ടെന്നേ. അപ്പം ഞാനിപ്പം പറയുന്നത്, ഒരു കോവിഡ് വന്നിട്ട് തന്നെ 33% ആളുകൾ പള്ളി കയറിയിട്ടില്ല. അച്ഛാ, ഒറ്റ കോവിഡ് വന്നിട്ട് 33% ആളുകൾ പള്ളി ഇപ്പം എവിടെയൊക്കെ കയറി. കോവിഡ് വന്നിട്ട് അടയ്ക്കാത്ത കടയില്ലേ? ഉണ്ട്. ബാങ്ക് എന്ന കട അടച്ചിട്ടുണ്ടോ? ഇറച്ചിക്കട അടച്ചിട്ടുണ്ടോ? ഏത് കട അടച്ചക്കട? ആരാധിക്കുന്ന പള്ളി മാത്രം അടച്ചു, ബാക്കിയെല്ലാം തുറന്നിട്ടേക്കുക. കോവിഡ് കഴിഞ്ഞ് പള്ളി പോലും ആളുകൾ വരുന്നില്ലെന്നേ. ചില വെറുതെ നാളാണ് ഞാൻ പറഞ്ഞ എന്നാ വാസ അവയിലേക്കൊക്കെ എന്നെ കാണിക്കാൻ വരുന്നത്. വാസന്റെ പ്രശ്നം കേട്ട് പെടുന്നത്. ഇവിടെ ആകുമ്പോൾ വീട്ടിലെ സഭായോഗം, എന്തോ വീട്ടിലെ സഭായോഗം, പവർ വിഷനിൽ നല്ല പ്രസംഗം, നല്ല പാട്ട്, അരമണിക്കൂർ മാറി പാസ്. ഇപ്പം ഇയ്യോബിന്റെ പുസ്തകമല്ലയോ പ്രസംഗിക്കുന്നത്? അവന് ആ കഷ്ട തീരുമ്പോൾ വരാമെന്ന്. 2ാം തീയതി ആയിട്ടുള്ളൂ. പിന്നെ കഷ്ട തീരുമ്പം പാസ് പറഞ്ഞ അമ്മാമ്മ അങ്ങനൊന്നും പറയില്ല. പാസന്മാർക്ക് ഇപ്പം മിണ്ടാൻ വരാം. എന്നാന്നറിയാമോ? അത്
എന്നാന്ന് വെച്ചാൽ ഞാൻ പിന്നെ വരാം. ഓ ശരി. ഒരാഴ്ച കഴിഞ്ഞ അമ്മാമ്മ ഉണ്ടല്ലോ, ഈ അച്ചായൻ ബാത്റൂമിൽ വീണു. അമ്മാമ്മ വിളിച്ചു, പാസ്റ്റോ ഓടി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശുശ്രൂഷ ഇപ്പം നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ പിള്ളേരെല്ലാം ഇട്ടേച്ച് പോയത് കാരണം എല്ലാവരെയും ആശുപത്രി കൊണ്ടുപോകുന്നു, മരുന്ന് മേടിച്ചു കൊടുക്കുന്നു, ഹോമിനേഴ്സായിട്ട് നിൽക്കുന്നു. ഇപ്പം പാഷന്മാരാ. അതിന് വേറെ നമുക്ക് ചെറിയ മെച്ചമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ബില്ല് തീർക്കുമ്പം ബാക്കി വരുന്ന കാശൊക്കെ 9217 രൂപ 10,000 അയച്ചു കൊടുക്കും. ബാക്കി വരുന്ന നമുക്ക് ഇച്ചിരി 10 കിലോ നമുക്ക് മേടിക്കാം. അങ്ങനെയൊക്കെ ചില നമുക്ക് എന്നൊക്കെ പണിയാന്നറിയാൻ ഇപ്പോൾ പിള്ളേർക്ക് സന്തോഷം. കാരണം ഉത്തരവാദിത്വം ഒരു പാസ്റ്റർ അപ്പനെ ആശുപത്രി കൊണ്ടുപോയി മക്കളെ മരുന്ന് കൃത്യം കൊടുക്കുന്നുണ്ടോ, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അച്ചായൻ വീട് കഴിയുമ്പോൾ അമ്മച്ചി വിളിച്ച് പാസ്റ്റേ ഓടി വാ, എന്താ പറ്റിയെന്ന് വെച്ചു. അച്ചായൻ ബാത്റൂമിൽ വീണു, കിടക്കുക, എഴുന്നേൽപ്പിക്കാൻ വയ്യെന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അല്ല പവർ വിഷൻ ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ടല്ലോ, ഉണ്ട്, അവരെ വിളിക്കാൻ പറഞ്ഞു. ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ടല്ലോ, നിങ്ങൾ തലയ്ക്ക് വല്ല ബോധമുണ്ടോ? ഈ പവർ വിഷനിലെ ഞായറാഴ്ച ദിവസം ആരാധന വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? അത് ഈ പള്ളി പോകാൻ പറ്റാത്തവരും, രോഗത്താൽ ഭാരപ്പെട്ടവരും, നടക്കാൻ വയ്യാത്തവരും, അങ്ങനെ വികലാംഗരായ ആളുകൾക്കും അവശരായ ആളുകൾക്കും വേണ്ടി വെച്ചിരിക്കുന്നതാണ് മക്കളെ. വീട്ടിലെ സഭായോഗം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണോ? നിങ്ങൾ കയ്യും കാലമൊക്കെ ഇല്ലയോ? മര്യാദക്ക് കേട്ടോ. ഇത്ര നല്ല പള്ളി പണിതിട്ടിരിക്കുന്ന അവിടെ ഇരിക്കാനല്ല, ഇങ്ങോട്ട് വരണം, ആരാധിക്കണം. വീട്ടിലെ സഭായം കൂടിക്കൊണ്ടിരുന്ന ഞാൻ പറയുന്നത്. അപ്പൊ കർത്തൃമേശ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പാസ്റ്റർ ടി വിയിൽ ഈ അപ്പത്തെ വാഴ്ത്തി നമ്മൾ അപ്പം ടി വി ചെന്നിങ്ങനെ നക്കി കാണിക്കും. എന്തോ ചെയ്യും? അതറിയണമല്ലോ. ആവശ്യമില്ലാത്ത ദുർവാശി പിടിച്ചിരിക്കരുത്. നടക്കാൻ പ്രാപ്തിയുള്ളപ്പം, കൈയടിക്കാൻ ആരോഗ്യമുള്ളപ്പം, വടികുത്തിയാണേലും വരാൻ പ്രാപ്തിയുള്ളപ്പം ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന്. ആരാധിക്കാത്ത ബാവേൽ പ്രവാസമൊക്കെ ഞാൻ പുറകെ പറഞ്ഞോളാം. സ്തോത്രം. അപ്പോ മഹാവീര കാലഘട്ടം അത് ഞാൻ വിട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രശ്നം വന്ന് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഞാൻ കർത്താവേ എന്നെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 60 ബാധയൊന്നും പിടിച്ചിരിക്കാനുള്ള കഴിവും തന്റെയും പ്രാപ്തി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത്, കർത്താവേ ഈ ദുഷ്ട മൃഗത്തിന് നിന്റെ കുറുപ്രാവിനെ ഏൽപ്പിക്കരുതേ. എന്റെ ആഗ്രഹം മുമ്പേ പോകണമെന്നാ. ഇത് നിങ്ങൾക്ക് വാശിയുണ്ട്, നിങ്ങളോട് നിന്നു. അത് കഴിഞ്ഞ് ഒന്നാമത് വിധി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുന്നു. ഒരു പോഷം കൂടെ വിടണം സമയത്തിന്റെ. എന്താണെന്നറിയാമോ? 8 വിധ സാക്ഷികൾ. 8 വിധ സാക്ഷികൾ. രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു. ഒന്ന്, എന്തല്ല എന്താണ്. 2, 10 വിധ പഠിപ്പിക്കലുകൾ. അതിൽ മഹാപീഡന കാലഘട്ടത്തിന് മുൻപ് കർത്താവ് എന്ന സഭയെ ചേർക്കുമെന്നാണ് വിശ്വസിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. തർക്കം ഉണ്ടെങ്കിൽ പിന്നെ മതി. ഈ മൂന്നാമത്തെ ഭാഗം 8 വിധ സാക്ഷികൾ. എന്താ 8 വിധ സാക്ഷികൾ? ബൈബിളിൽ 1600 പരം വർഷങ്ങൾ കൊണ്ട് 40 പരം എഴുത്തുകാരെഴുതിയ ഈ പുസ്തകത്തെ 8 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. യേശു വരുമെന്ന് പറഞ്ഞ 8 ഗ്രൂപ്പ് ആരാണെന്ന് നോക്കാം. നമ്പർ 1, 8 വിധ. 1, പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ഇതിന്റെ വെളിപ്പാട് കിട്ടിയിരുന്നു. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് എന്തിന്റെ വെളിപ്പാട്? യേശു വീണ്ടും വരുന്നുള്ള വെളിപ്പാട് കിട്ടിയിരുന്നു. നമ്പർ 2, പ്രവാചകന്മാർ മുൻപുകൂട്ടി പ്രവചിച്ചു. രണ്ടാമത്തെ, പ്രവാചകന്മാർ മുമ്പുകൂട്ടി പ്രവചിച്ചു. 3, യേശു ക്രിസ്തു പ്രസ്താവിച്ചു. ജീവിത കാലഘട്ടത്തിൽ കർത്താവ് പ്രസ്താവിച്ചു. 4, യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു മരണശേഷം. 5, ദൂതന്മാർ അറിയിച്ചു. 6, അപ്പോസ്തലന്മാർ വിവരിച്ചു. 7, കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്നു. 8, കർത്തൃമേശയിലെ അപ്പവീഞ്ഞുകൾ വിളിച്ചു പറയുന്നു യേശു വരുമെന്ന്. എഴുതാൻ വിട്ടുപോയവർ ഞാൻ ഓരോന്ന് പറയുമ്പോൾ എഴുതിക്കൂട്ടണി. ഒന്നാമത്തെ പറയാൻ പോവുകയാണ്. പെട്ടെന്ന് 10 മിനിറ്റും കൂടെ ഉള്ളൂ. എന്താ ഒന്നാമത് അറിയാമോ? ഒന്നാമത്തെ എന്താണ്? പഴയ ഭക്തന്മാർക്ക് ഇതിന്റെ വെളിപ്പാട് കിട്ടിയിരുന്നു. ശ്രദ്ധിച്ചോളൂ. ഇയ്യോബിന്റെ പുസ്തകം കിടക്കുന്ന സങ്കീർത്തനത്തിന് തൊട്ട് മുമ്പാണ്. പക്ഷെ ആ പുസ്തകം വരേണ്ടത് എവിടാന്നറിയാമോ? ഉൽപ്പത്തി കഴിഞ്ഞിട്ടാണ്. അത്രയും പഴക്കമുണ്ട് ഈ ഊസ് ദേശമൊക്കെ. അപ്പൊ ആ ഇയ്യോബ് 19:25 പറയുക, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും.
നിങ്ങൾ പറ, ഈ വാക്ക് എപ്പോഴാ ചേരുന്നേ? ഞാൻ ചത്തുപോയാലും ഞാൻ പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞാൻ അവനെ കണ്ണുകൊണ്ട് കാണുമെന്ന് പറയുന്ന ആ കാര്യം എപ്പോഴാ നടക്കുന്നേ? കർത്താവ് താൻ അന്നേരമാ. ഈയോബ് ഇത് പറയുമ്പോൾ യേശു ഒന്നാമത് വന്നിട്ട് പോലുമില്ല. യേശു ഒന്നാമത് വരും മുൻപേ യേശു രണ്ടാമത് വരുമെന്ന് കണ്ട വെളിപ്പാടാണ് ആർക്കുള്ളത്? ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്വന്തം പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി ഉണ്ടെന്നേ. രണ്ടാമതെന്നോ പറഞ്ഞ പ്രവാചകന്മാർ. കണ്ടോ, ഏറ്റവും വലിയ പ്രവാചകനാരാ? പഴയ നിയമത്തിൽ മോശയായിരിക്കാം. ഏറ്റവും വലിയ ഗ്രന്ഥകാരനാരാ? യെശയ്യാവ്. ആദിയിൽ എന്ന് തുടങ്ങുന്ന വാക്കത്തിന് മുൻപ് എന്തായിരുന്നു? അത് യെശയ്യാവ് പറയും. ആമേൻ എന്ന് അവസാനിപ്പിക്കുന്ന ശേഷം എന്താ? അത് യെശയ്യാവ് പറയും. അവിടെ യേശുവിൻ്റെ 3 കാലങ്ങളിലെ പ്രയോഗം നോക്കണം. 9:6. നമുക്കൊരു ശിശു, അതേത് കാലമാ? ഭൂതകാലം. ശിശു അല്ലേ? ഡിസംബർ 25. നമുക്കൊരു മകൻ, അതേത് കാലമാ? ഇപ്പോൾ അവൻ ശിശുവാണോ? ആണോ? കത്തോലിക്കർക്ക് ഇപ്പോഴും യേശു ശിശുവാ അല്ലേ? കാരണം കത്തോലിക്കർക്ക് ഇപ്പോഴും യേശു ശിശുവായാലല്ലേ അമ്മയ്ക്ക് യേശുവിനെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ അവർക്ക് അമ്മയെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ യേശു ഇതുവരെ LKG പോലും പോയിട്ടില്ല. ഇനി അടുത്ത കൊല്ലം വിളക്കിനകത്ത് ജനിക്കും, അത്രയേ ഉള്ളൂ. ജനനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് യേശു പാരാ? ശിശുവാണോ? അല്ല, ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. അപ്പം അത് വർത്തമാനകാലം. നാളെ ഭാവി കാലം എന്താ? ആധിപത്യം. കണ്ടോ, അവൻ്റെ തോളിൽ എത്ര ഭാരമുണ്ട്? 4 ഭാരങ്ങൾ. ഇതെല്ലാം കുറിപ്പാണ് കേട്ടോ. പ്രസംഗമൊക്കെ ആവശ്യമൊക്കെ പഠിക്കാം. 1 യോഹന്നാൻ 1:29 പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന. അപ്പം യേശുവിൻ്റെ തോളിൽ ഒന്നാമത്തെ ഭാരം ഏതാ? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ഭാരം അവൻ്റെ തോളിലുണ്ട്. 2 68-ാം സംഗീതത്തിൻ്റെ 19-ാമത്തെ വാക്യം, നാൾ തോറും നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന രക്ഷയാക ദൈവമായ യഹോവ. അപ്പൊ രക്ഷിക്കപ്പെട്ടവന്റെ ജീവിത ഭാരം ആരുടെ തോളയിലുണ്ട്? ഒരു സ്വോത്രം പറയുന്നേ, അവന്റെ തോളയിലുണ്ടെന്ന്. എന്തിനായി ഭാരപ്പെട്ടിരിക്കുന്നേ? 3 ഒരു ബലഹീനത സംഭവിച്ചാൽ തേനീച്ചക്കൂട്ടിലെ തേനീച്ചയ്ക്ക് രോഗം വരുമ്പോൾ മറ്റ് തേനീച്ചകൾ ചേർന്ന് അതിനെ ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോകുന്ന, കൂട്ടിനെ വെളിയിൽ തള്ളും. ഇതുപോലെ ഒരു ബലഹീനത വന്നാൽ അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. എവിടാ വാക്യം? ലൂക്കോസ് 15:4. കണ്ടുകിട്ടിയാൽ അതിനെ ചുമലിൽ എടുത്തുകൊണ്ട് തിരിച്ചു വരും. നമ്മുടെ ബലഹീനതകൾ ചുമക്കുന്നവനാണ് യേശു. 4 യേശു നിന്റെ പാപഭാരം ചുമന്നു എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത നിന്നെ, യേശു നിന്റെ ജീവിതഭാരം ചുമക്കുമെന്നും പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത നിങ്ങളെ, യേശു നിങ്ങളുടെ ബലഹീനതകൾ ചുമക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ ആശ്രയിക്കാത്ത നിങ്ങളെ മറക്കണ്ട. ആധിപത്യം ചുമക്കാൻ അവൻ വരും എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ ആണിപ്പഴുതുള്ള കരം കൊണ്ട് 1000 വട്ടം മാടി വിളിക്കുന്ന ഇതേ കർത്താവ് നിന്റെ ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്ന ന്യായാധിപന്റെ ബലിഷ്ഠമായ കരമായും അത് എഴുതുന്ന തൂലിക തുമ്പായും മാറുന്ന കാലം വരുമെന്ന്. യേശു ജനിക്കുന്നതിന് 740 കൊല്ലം മുമ്പായി പ്രവചനം. യേശു ജനിക്കുന്നതിന് 740 കൊല്ലം മുമ്പ്. അതാ പ്രവാചകന്മാർ മുൻപ് കൂട്ടി. യേശു രണ്ടാമത് വരും. എവിടെ രണ്ടാമത് വരും? 9:6 വായിച്ചു. ആധിപത്യം അവന്റെ തോളിൽ. 32:1 ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടക്കും. ഇതല്ല യേശുവിന്റെ രണ്ടാമത്തെ വരവല്ലേ? അതെ. ഇനി മൂന്നാമത്തെ എന്താ നമ്മൾ എഴുതിയത്? യേശു ക്രിസ്തു പ്രസ്താവിച്ചു. യേശു 33.5 വർഷം ജീവിച്ചപ്പോൾ വീണ്ടും വരുമെന്ന് പറഞ്ഞില്ലേ? യോഹന്നാൻ 14. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ എന്നിലും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ. മത്തായി 26:64 മനുഷ്യപുത്രൻ മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ടുവരെ നിങ്ങൾ കാണും. വെളിപ്പാട് 1:3 സമയമെടുത്തിരിക്കുന്നു. 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കൊണ്ടും പ്രതിഫലം എൻ്റെ സമ്മാനം എൻ്റെ പക്കൽ ഉണ്ട്. 22:20 ഇത് സാക്ഷീകരിക്കുന്നവൻ ഇതാ ഞാൻ വേഗം. ഇതെല്ലാം ആര് പറഞ്ഞ വാക്കുകളാ? റെഫറൻസ് തെറ്റിപ്പോയാൽ കുറിക്കാൻ പറ്റി പിന്നെ ചോദിച്ചാൽ മതി. ഇനി യേശുക്രിസ്തുവിന്റെ മരണശേഷം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്. തേജസ്കരിക്കപ്പെട്ട ശരീരിക്കുമ്പോൾ പറഞ്ഞത് ഡിക്ലറേഷൻ. ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്നാകുന്നു എൻ്റെ ഇഷ്ടമെങ്കിൽ അതിന് നിനക്കെന്ത്? അപ്പൊ ഞാൻ വരുമെന്ന് യേശു എപ്പോഴാ പറഞ്ഞേ?
തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു. റിയൽ ഫാക്റ്റ് അല്ലേ ഇത്? ആണോ? അറിയാൻ പറ്റൂ. അതാണ് യേശു പ്രസ്താവിച്ചു ജീവിച്ചിരിക്കുമ്പം, പ്രഖ്യാപിച്ചു മരണശേഷം. ഇനി അഞ്ചാമത്തെ എഴുതിയത് യേശു ഒന്നാമത് വരുമെന്ന് എത്ര ദൂതൻ പറഞ്ഞു? ഒരു ദൂതൻ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. ഒറ്റ ദൂതൻ. രണ്ടാമത് വരും എത്ര ദൂതൻ പറഞ്ഞു? ആ രണ്ട് പുരുഷന്മാർ. അപ്പോസ്തലർ 1:11 ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനെ കണ്ടതുപോലെ അവൻ വീണ്ടും. ഒരു ഹോംവർക്ക് തരട്ടെ, ബൈബിൾ ക്ലാസ് അല്ലയോ? നാളെ വരുമ്പോൾ എഴുതി കൊണ്ടുവരണം. എന്താണെന്നറിയാമോ? യേശു സ്വർഗത്തിലേക്ക് പോയി എന്നല്ലോ ഇപ്പോൾ വായിച്ചത് അല്ലേ? പോയതുപോലെ പോയപ്പോഴും വരുമ്പോഴുമുള്ള 10 പ്രത്യേകതകൾ. 12 ഉണ്ട്. പോയപ്പോഴും വരുമ്പോഴുമുള്ള 12 പ്രത്യേകതകൾ. താരതമ്യം എഴുതിക്കൊണ്ട് വരാമോ? വേണ്ടേ? ഇനി വന്നേച്ചാ മതി. നാളെ ഇമ്പോസിഷൻ, രചന, കേട്ടെടുത്ത് ഒക്കെ അവസാനിപ്പിച്ചില്ലയോ? എഴുതണ്ട. നാളെ ഇങ്ങോട്ട് എഴുതല്ലേ, വന്നേച്ചാ മതി. ഒന്നും എഴുതണ്ട, കുറിപ്പോലും കൊണ്ടുവരണ്ട. ഞാൻ അത് മേടിച്ചിട്ട് വരാതിരിക്കണ്ട. ഞങ്ങൾ ഒരു വയൽ കോളേജ് ഉണ്ട് കേട്ടോ. ഇപ്പം 1060 പഠിക്കുന്നുണ്ട്, അത് പിന്നെ പറയാം. അപ്പം ഈയിടെ പരീക്ഷ നടത്തി. എല്ലാം 40-നും 82 പൈസകളൊക്കെ ഉണ്ട്. ഈയിടെ ഒരാൾ എഴുതി വെച്ചിരിക്കുക, 4 സുവിശേഷങ്ങൾ. അൽഫാമിൻ്റെ മകനായ മത്തായി. അപ്പം ഈ അൽഫാം ബൈബിളുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അൽഫായുടെ മകനാണ് പുള്ളി. അൽഫാമിൻ്റെ ദൈവത്തെ ഓർത്ത് ഒന്നും എഴുതണ്ട, ഇങ്ങോട്ട് പോന്നേച്ചാൽ മതി. ഈ പ്രായമുള്ളവർക്ക് എഴുതി. ഞാനത് വായിച്ച് പുതിയ നിഘണ്ടൊന്നും എഴുതി എന്നെ കൂടെ നേരമില്ല. ആരും മറക്കണ്ട. എന്തില്ല? ഹോംവർക്ക് ഇല്ല. ഒരു സ്വത്രം പറ. ഹോംവർക്ക് ഇല്ല. ഇനി അത്യാവശ്യം ഒന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന അരക്കൈ നോക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരെഴുതിക്കൊണ്ട് പോരെ. ഞായറാഴ്ച ആകുമ്പോഴേക്കും ഏതാണ്ട് റെഡിയാണെങ്കിൽ ഒരു സമ്മാനം നിങ്ങൾക്ക് തരും. അത് വിട്ടു. ഇനി എങ്ങനെ എഴുതണമെന്ന് പറയാം. ഒലിവുമലയിൽ നിന്ന് പോയി, ശരിയാന്നോ? അപ്പം എവിടെ വരും? ഓർണമായില്ലേ? ശിഷ്യന്മാർ കാണുകയെ പോയി. അപ്പം ആര് കാണുക വരും? നമ്മൾ കാണുക വരും. ഇപ്പം 2 ആയില്ലേ? ഇനി എത്ര ഉണ്ട്? 12 ഇപ്പം 2 പറഞ്ഞു. എത്ര ഉണ്ട്? 10. ഇപ്പം നിങ്ങൾ തോന്നണില്ലേ? മൂന്നാമത്തേതും പറ പാസ്റ്റേ. അങ്ങനെ തോന്നണില്ലേ? സൗകര്യമില്ല. അത് പഠിക്കണമല്ലോ കുറച്ചൊക്കെ. അത് അവിടെ നിൽക്കട്ടെ. കുറച്ചൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട് വേണ്ടേ? ആ പാടത്തെ പാത്തിട്ട് എന്താ അടുത്ത പഠിപ്പിക്കൽ? എന്താ? അപ്പോസ്തലന്മാർ വിവരിച്ചു. എൻ്റെ പൊന്നോ, ചുമ്മാ വാക്യം കുറിക്കുന്നേ. 1 തെസ്സലോനിക്കർ 4:16 പറഞ്ഞേ. കർത്താവ് താൻ മുഴുവൻ പറ. ഞാൻ വെള്ളം കുടിക്കട്ടെ. ആശയം ഇല്ലാതിരിക്കാണ് കുറച്ച്. തുടങ്ങിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ഇപ്പം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ ആ കർത്താവിൻ്റെ ഒരു സഭ പോകുന്നേ. മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാവരും കാണുന്നേ. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പെടും. പക്ഷെ പോകാൻ നേരത്ത് വളരെ കുറവാണ്. സഭാലക്ഷണങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ആ വാക്യൊന്ന് ശരിക്കും പഠിക്കണം കേട്ടോ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദവും ദൈവത്തിൻ്റെ കാകളത്തോടും സ്വർഗ്ഗം ഇവരെയും ക്രിസ്തു മരിച്ചവര് മുമ്പേ അക്ഷരായി ഉയർന്നു പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ കർത്താവിൻ്റെ മേഖലയിൽ അങ്ങനെ വെള്ളം പോലെ പഠിക്കണം കേട്ടോ. ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട്. വാക്യം പറയാൻ നേരം ഒരു മണിയാകാൻ പോകുന്നു. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ആയുധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും. ഫിലിപ്പിയർ 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുന്ന കാത്തിരിക്കുന്നു. അവൻ വന്ന സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്തുള്ള ശരീരം അനുവുമായി രൂപാന്തരപ്പെടുത്തും. എബ്രായർ 10:37 ഇനിയും അത്രയും എൽപ്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുക. തീത്തോസ് 2:13, 14, 15, 16 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നമ്മുടെ മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ കാത്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രപഞ്ചമോഹങ്ങളെ വർജിക്കുന്നു. തിമോത്തിയോസ് 4 മുതൽ കർത്താവായ യേശു ശക്തിയുള്ളവന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം അനുസരിച്ചവർക്ക് ഞങ്ങളുടെ ന്യായമായത് കിട്ടും. യാക്കോബ് 4:7 സഹോദരന്മാരെ, ഭൂമിയിൽ സഹോദര കൃഷിക്കാരൻ മുൻമഴയും പിന്മഴയും കാത്തിരിക്കുന്ന പോലെ ഞങ്ങൾ കർത്താവിൻ്റെ പ്രത്യക്ഷ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. പത്രോസ് 5:4 ഇടശേഷം പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ജീവൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. യോഹന്നാൻ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ സദൃശന്മാർ ആകും. യൂദാ 15 അവൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കും. ഇതൊക്കെ ഞാൻ വേഗം പറഞ്ഞത് പിന്നെ തരാം റെഫറൻസ്. എല്ലാ അപ്പോസ്തലന്മാരും ഒരു കാര്യം പറഞ്ഞു. ആര് വരും?
അല്ലാണ്ട് ആരാണ്ട് എങ്ങാണ്ട് എവിടെങ്ങാണ്ട് പറഞ്ഞ ഉപദേശമല്ല. എല്ലാ എഴുത്തുകാരും പറഞ്ഞു ആര് വരും. അടുത്തെന്തോ എഴുതിയിരിക്കുന്നത്? സഭ പഠിപ്പിക്കുന്നു. അതല്ലേ ഈ സഭ പഠിപ്പിക്കാൻ തീരുമാനിച്ചേ. ഭാഷക്ക് ദൈവാത്മാവിൽ ദൂത് കിട്ടി. എന്തോ കർത്താവിൻ്റെ വരനെ കുറിച്ച് പഠിപ്പിക്കണം. എന്താ കാര്യം? നിങ്ങളുടെ സ്വോത്രക്കാഴ്ചയെ മേടിച്ച് ഇവിടെ ജീവിക്കുക എന്നുള്ള ഒരു കാര്യം വേണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ഈ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്തപ്പై നടന്നുകൊണ്ടിരിക്കുന്നത്. സഭ യേശുവിൻ്റെ വരനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് ഞാൻ റെഫർ ചെയ്യുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ സഭയെ പഠിപ്പിക്കണം. 28 അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ 28 ക്ലാസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. 2 മണിക്കൂർ ഒരു അധ്യായം തീരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അതാ സഭ. അത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും നമ്മളൊന്നും ആരല്ലെന്ന്, തികഞ്ഞവരല്ലെന്ന്. സ്തോത്രം. സഭ പഠിപ്പിക്കണം. അടുത്തെന്താ വിഷയം? കർത്തൃമേശ വിളിച്ചർ. അവിടെ തീർന്നില്ലേ? കർത്തൃമേശ വിളിച്ചറിയുന്നു. കർത്തൃമേശയിൽ എന്തൊക്കെ ഉണ്ട്? അപ്പവീഞ്ഞെങ്കിൽ എന്ത് പറയുന്നു? യേശു ക്രൂശിൽ മരിച്ചു ഓർമ്മയ്ക്കായി. ഇത് ചെയ്യുന്നു വർത്തമാനകാലം, ഞാൻ വരുവോളം ഭാവി കാലം. 3 കാലഘട്ടങ്ങളെ ഓർപ്പിക്കുന്ന ഒറ്റ സംഭവമാണ് കാൽവറിയിലെ ക്രൂശ്. അപ്പോൾ 7 കാര്യങ്ങൾ പൂർത്തിയായില്ലേ? 1, പഴയ ഭക്തന്മാർക്കൊരു വെളിപ്പാട് കിട്ടിയിരുന്നു. പ്രവാചകനെ മുമ്പ് കൂട്ടി പ്രവചിച്ചു. പിന്നെ യേശുക്രിസ്തു പ്രസ്താവിച്ചു. 4, യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. 5, ദൂതന്മാർ അറിയിച്ചു. 6, അപ്പോസ്തലന്മാർ വിവരിച്ചു. 7, കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്നു. 8, കർത്തൃമേശയിലെ അപ്പവീഞ്ഞെങ്കിൽ ഒറ്റ ദൂതും കൂടെ പറഞ്ഞു നിർത്താം. അതിനകത്തേ ഒന്നായിട്ടുള്ളൂ. ഇതിനകത്ത് 5 മിനിറ്റും കൂടെ ഉണ്ട്. എന്താ ദൂതറിയാമോ? വിലപ്പെട്ട ദൂതാണ്. ശ്രദ്ധിച്ചു വേണം എഴുന്നേക്കാൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ വീടിന് കമർത്തോട് വെക്കുന്ന പോലെയാണ് അവസാനത്തെ വാക്കുകൾ. അത് കേൾക്കാതെ പോകരുത്. പ്രത്യേകിച്ച് ഭാഷന്മാരെ ഭാര്യമാർ. എന്താ കാര്യം? അവർ നാട്ടുകാർക്ക് ചായ വയ്ക്കാൻ വേണ്ടി നടക്കുക. 10 മിനിറ്റ് ആകുമ്പം പാസ്വേഡ് വയ്ക്കും, പൊക്കോട്ടെ. പാസ്വേഡ് പറയും, പിന്നെ ചോദിക്കും, പൊക്കോട്ടെ. അങ്ങനെ കേട്ടിട്ട് ഇന്ന് വരെ എല്ലാ പ്രസംഗത്തിൻ്റെയും നല്ല ഭാഗം അവർ കേട്ടിട്ടില്ല. ഇന്ന് വരെ ജീവിതത്തിൽ എല്ലാ കാര്യം അവർ ചായ വയ്ക്കാൻ നടക്കുക. ആർക്കാ ചായ വയ്ക്കാൻ പോകുന്നറിയാമോ? ഈ പാപത്തുങ്ങൾ 1 മണി കഴിയുമ്പോഴേക്കും ചായം കുടിച്ച് പെട്ടെന്ന് പൊക്കോട്ടെ എന്നും പറഞ്ഞ് പോണത്. ഇവര് ചായ കുടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാലും പോവോ? വർത്താനം പറഞ്ഞങ്ങ് നിൽക്കുകയല്ലേ. ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലൈമാക്സ് കളഞ്ഞേച്ച് പോണത്. അനങ്ങരുത് ഒരാൾ അവിടെ നിൽക്കും. ഞാൻ എൻ്റെ ഭാര്യയോട് 25 കൊല്ലം പാസ്സായി. ഞാൻ പറഞ്ഞു, ഇടി നീ എല്ലാം വെള്ളമൊക്കെ വെച്ചു പറ്റും. ആശീർവാദം പറയും. എല്ലാവർക്കും ഇവിടെ ചായ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതിയിട്ടാ. എല്ലാവർക്കും ചായയുടെ നിൽക്കാൻ പറയും. എന്നിട്ട് ചെന്ന് തീ കത്തിക്കണം. അപ്പം ചെല്ലു പറയും, അത് തിളച്ച് വരുമ്പോഴേക്കും സമയമാവും, ഞാൻ പോവുക. അപ്പോൾ കുറേ എണ്ണം എന്ത് ചെയ്യും? അത്രയും പാലും പഞ്ചസാരയും നമ്മൾ കൊടുത്തു എന്നായി, ലാഭവും കിട്ടി. ഈ കൊണ്ടുവരുമ്പോൾ ചിലക്ക് വിത്തൗട്ട് എന്തോ ചിലവെന്നറിയാം. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ വന്ന് നോക്കണം എത്ര പേര് പോയി എന്ന്. 50 പേരുണ്ടായിരുന്നു, 15 എണ്ണം പോയി. 35 ചായ ഇട്ടാൽ മതി. ആ 15ൻ്റെ പാലും പഞ്ചസാര ഇതിനകത്തോട്ട് നല്ല അടിപൊളി ചായ കൊടുക്കാം. പോയവരുടെ പഞ്ചസാരയും പാലും ഇതിനെ തുടരണമെന്നാ. അങ്ങനെ വേണം ഇനി മുതൽ ചെയ്യാൻ. ഒരു സ്വോത്രം പറ. നല്ല ചായ കിട്ടും. ഇപ്പം വെള്ളം പോലത്തെ ഊളച്ചായ ഒന്നും കിട്ടുകയില്ല എന്നാലും. അപ്പം ഇതോടെ കേട്ടു. കർത്തൃമേശയുടെ ബാക്കി തിന്നുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്തുവാ പറഞ്ഞ മാസ്റ്റർ? കർത്തൃമേശയുടെ ഇവിടെ ആരാ തിന്നുന്നത് എനിക്ക് അറിയാൻ മേല. തിന്നുന്നവർ ഈ ചിലർക്ക് പറയുമ്പോഴത്തേക്ക് തല കുമ്പിട്ട് മനസ്സിലായാലും ഈ പുള്ളിയെ തിന്നുന്നു. ആരും കുമ്പിട്ടൊന്നിരിക്കേണ്ട, എല്ലാവർക്കും അബദ്ധം പറ്റും. കർത്തൃമേശയുടെ ആദ്യത്തെ ഭാഗം ആര് തിന്നു? നമ്മളെങ്ങനെ തിന്നുന്നത്? അപ്പാമെടുത്ത എന്നാ ഭക്തി നമ്മൾ മുട്ടുകുത്തിന്ന് ഒരു ബണ്ണ് മുഴുവനുണ്ട്. പക്ഷേ ഒരു ചെറിയ കഷ്ണം എടുത്ത് പക്തിയോടെ വായിൽ വെച്ചു. അത് എങ്ങാണ്ട് കയറിയിരിക്കുക, അത് കിട്ടിയിട്ടില്ല, അത് തീർന്നു. എന്നാ ഭക്തി, അത് യേശുവിൻ്റെ ശരീരം ഇത്രയും മതി. ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് പാസ്റ്റർ പറഞ്ഞു, മേശമേൽ അപ്പവീഞ്ഞെങ്കിൽ ഇതാരുടെയാ? അപ്പൊ പറയുന്നേ, ഈ ബാക്കിയിരിക്കുന്ന ആരുടെയാന്ന്? നാട്ടുകാരുടെ അല്ലേ? രക്ഷിക്കപ്പെടാനുള്ളവരല്ലേ? സംശയമുണ്ടോ? ആന്നു. അപ്പൊ അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടുകാരുടെ ആന്നേ. അത് കഴിഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, എല്ലാവരും പോവാം സഹോദരന്മാരെ, ഇത് ബാക്കി. അപ്പം ചിലങ്ങ് വന്നു അടുത്ത തീറ്റ കണ്ടോളാം. പക്ഷേ അടുത്ത ബുധനാഴ്ച എവിടെ തീ മുറിക്കുന്ന അടുത്ത ബുധനാഴ്ച എവിടെ കുടുംബയോഗം? ആദ്യം കഴിച്ചപ്പം അപ്പോൾ അതേ അപ്പം തന്നെ ചെയ്തു. എന്നാലും എന്നോ പക്തിയാ പാസ്റ്റേ.
അപ്പോൾ ഇറങ്ങിപ്പോയി എവിടാന്നാ പറഞ്ഞ അപ്പോൾ ഇവിടെ ബാക്കി കൊക്കോള കുടിക്കുന്നത് വീട് വരെ ചെല്ലാനുള്ള ഒരു തടയണയായി. അപ്പം അപ്പത്തിൻ്റെ ബാക്കി തിന്നുന്നവരുടെ ശ്രദ്ധയ്ക്ക് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെ വീതം എപ്പോൾ തിന്നു? ആദ്യം. ഇപ്പം തിന്ന ആരുടെ വീതം? അപ്പോൾ എത്ര പേരുടെ തിന്നു എന്നറിയാമോ നിങ്ങൾക്ക്? നാട്ടുകാരുടെ അപ്പം തിന്നുന്ന, കർത്തൃമേശയിലെ ബാക്കി തിന്നുന്നവരാണ് ആളുകളെ കൊണ്ടുവരേണ്ടത്. ഇനി ചായ കളിപ്പിക്കാൻ പൊക്കോ, എഴുന്നേറ്റ് പൊക്കോ. ഞാൻ പറഞ്ഞ അംഗീകരിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ വീതം നിങ്ങൾ ആദ്യം തിന്നു, ശരിയാന്നോ? ശരിയാന്നോ? അപ്പൊ ഇപ്പൊ തിന്നുന്ന ആരുടെ വീത? അശോകന്റെ, മത്തായി ചേട്ടന്റെ. ഇവർ നശിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അവരുടെ വീതം തിന്നുന്നവരാണ് അവരെ കൊണ്ടുവരേണ്ടതെന്ന്. എന്ത് ശരിയാന്നോ? നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തിന്റെ സന്നിധി. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യവാരിധേ കാണുവാൻ